गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। नमो भगवते नमो भगवते नित्य शुद्ध मुक्त महात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। नारायण यतीन्द्राय तस्मै श्री गुरवे नमः। ओम नमः परमर्षिभ्यो नमः परमर्षिभ्यः। മരയപ്പള്ളി ശാഖയുടെ സമാദരണീയരായ സംഘാടകർ, ഇന്നത്തെ ഈ ധന്യമായ ദിവസം പ്രാർത്ഥനാനിർഭരമായി ഉപാസനയോടെ, ഉപവാസത്തോടെ, ധ്യാനത്തോടെ ഗുരുസവിധത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ഗുരുപ്രേമികൾക്കും ഈയുള്ളവരുടെ വിനീതമായ നമസ്കാരം. പലവട്ടമായി ഇവിടെ വരുന്നു. അതുകൊണ്ട് തന്നെ അല്പം പോലും ഒരു അന്യത്വം, അല്പം പോലും ഒരു അകൽച്ച എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല. അത്ര കണ്ട് ഈ ഒരു ശാഖയോടും ഇതിന്റെ പ്രവർത്തനങ്ങളോടും ഓരോ അംഗങ്ങളോടും ഇതിന്റെ ഭാരവാഹികളോടും കടപ്പാടുകളും സ്നേഹവുമാണുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസുദിനത്തിൽ ഗുരുദേവന്റെ എല്ലാവിധമായിരിക്കുന്ന സ്മൃതികളെയും ഏതൊരു ഗുരുഭക്തനും ആചരിക്കുന്ന ഈ ഒരു മഹാസുദിനത്തിൽ ഇവിടെ വീണ്ടും വന്നണയുവാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ വരുമ്പോ അവിടെ ഗുരുവിന്റെ അടുത്ത് ഇരുന്ന് അവിടെ ഇരിക്കുന്ന അമ്മമാരോട് എനിക്ക് തോന്നുന്നു അവരാണ് ഉപവാസം അനുഷ്ഠിച്ച് രാവിലെ മുതൽ പ്രാർത്ഥനാന്യതരായി ഇരിക്കുന്ന കൂടുതൽ ആളുകളും അവിടെയാണ് എന്ന് എനിക്കറിയാം. എങ്കിലും നമുക്കാവും വിധത്തിലൊക്കെ ഗുരുവിനെ ഉൾക്കൊള്ളുവാനും ഗുരുവിനെ ധ്യാനിക്കുവാനും ഗുരുവിനെ ഉപാസിക്കുവാനും അതുവഴി നമ്മുടെ സ്വജീവിതത്തെ ധന്യമാക്കുവാനുമാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിൽ സംഭവിച്ച രണ്ട് വലിയ സംഭവങ്ങളാണ്. ഒന്ന്, ഒരു ഭഗവാൻ എന്ന നിലയ്ക്ക് ഉള്ള ഗുരുവിന്റെ അവതാര ദിനമായ ചതയ ദിനവും, മറ്റൊന്ന് ഏതൊരു അവതാര ഉദ്ദേശത്തിനാണോ താൻ വന്നത് ആ അവതാര ഉദ്ദേശത്തെ പൂർത്തീകരിച്ചുകൊണ്ട് വളരെ സംതൃപ്തമായി സഫലമാക്കി
നിർവൃതിയോടുകൂടി നിർവാണം പൂകിയ സമാധി ദിനം. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഏറ്റവും അധികം പ്രാധാന്യം നമ്മളും കൊടുക്കുന്നത് ജനനത്തിനും മരണത്തിനുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജനനം നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും മരണം നമ്മളെ ഒരുപാട് ദുഃഖത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. മനുഷ്യൻ അങ്ങനെയാണ് അറിയുകയുള്ളൂ. ജനിക്കുമ്പോൾ സന്തോഷിക്കുവാനും ആഘോഷിക്കുവാനും, മരിക്കുമ്പോൾ മൂകത തളം കെട്ടി നിൽക്കുന്ന ദുഃഖത്തോടുകൂടി യാത്രയാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ശീലം. പക്ഷെ ഗുരുദേവന്റെ ദേഹവിയോഗം മൂകതയുടെ തളം കെട്ടി നിൽക്കുന്ന മാറാപ്പ് ചാർത്താനുള്ളതാണോ? ശോകമുഖമായി വൈകാരികമായി മാത്രം സമീപിക്കേണ്ടുന്ന ദിനമാണോ? നിശ്ചയമായും അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. കാരണം ഗുരു മരിച്ചിട്ടില്ല. നമുക്കുണ്ടാകുന്ന പോലത്തെ മരണമല്ല ഗുരുവിന് സംഭവിച്ച മരണം. അതുകൊണ്ടാണ് അതിനെ മരണം എന്ന് പോലും വിളിക്കാത്തത്. ഗുരുവിനുണ്ടായ ഒരു അനുഭൂതി വേദാന്തത്തിലൊക്കെ പറയും, ഓരോ പാത്രത്തിലും ആകാശമുണ്ട് എന്ന് പറയും. ഈ ഗ്ലാസ്സില്, ഇവിടെ കൊണ്ടുവച്ച ഗ്ലാസ്സിലും ആകാശമുണ്ട്. ആ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാലോ ആ ആകാശം ഈ പുറത്തിരിക്കുന്ന ആകാശത്തോടു കൂടി ചേരും. ഓരോരോ ജലാശയെ കേവലം മഹാകാശം, നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ എന്ന അധ്യാത്മ രാമായണത്തില് രാമതത്വത്തെ ഹനുമാന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. സമാധി എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞാകാശം അതിന്റെ തോട് പൊട്ടിച്ച് വലിയ ആകാശത്തോട് ചേരുന്നതാണ്. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ തോട്, ആ ദേഹത്തെ പൊട്ടിച്ചുകൊണ്ട് പരമമായിരിക്കുന്ന ധാമത്തിലേക്ക്, പരമമായ സന്നിധിയിലേക്ക്, പരമമായിരിക്കുന്ന ഈശ്വരനിലേക്ക് ലയിച്ച നിമിഷമാണ്. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് നിർവാണം എന്നാണ്, കൈവല്യം എന്നാണ്, മോക്ഷം എന്നാണ്, നിർവൃതി എന്നാണ്. അതുകൊണ്ടാണ് ഗുരുദേവന്റെ സമാധിയെ നമ്മൾ മഹാസമാധി എന്ന് പറയുന്നത്. ഈ ഒരു അനുഭവം, ഈ ഒരു അവസ്ഥ ദേഹവിയോഗം സംഭവിച്ചപ്പോൾ മാത്രമല്ല ഗുരുദേവൻ ഉണ്ടായത്. ഗുരുദേവൻ സമാധിസ്ഥനായിരുന്നു എപ്പോഴും. ഈ അനുഭവം ഗുരുവിന്റെ ജീവിതത്തിന്റെ താളമായിരുന്നു. ഈ സമാധി അനുഭവം സമാധാനത്തോടു കൂടിയല്ലാതെ ഗുരു ജീവിച്ചിട്ടില്ല. സമാധാനത്തോടു കൂടിയല്ലാതെ ഗുരു ഒരു വാക്കും പറഞ്ഞിട്ടില്ല. സമാധാനത്തെ ലംഘിക്കുന്ന ഒരു വിപ്ലവവും ഗുരു നടത്തിയിട്ടില്ല. അത്രയും വലിയ സമാധാനിയായിരുന്നു ഗുരു. ആ സമാധാനം ആർക്കാണോ ഉള്ളത് അവന്റെ ഭാവമാണ് സമാധി. നമ്മൾക്ക് സമാധി അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് സമാധാനത്തിൽ ഇരിക്കേണ്ടവരായിരിക്കണം. വിഷയങ്ങളും ലോകവാസനകളും പ്രതിബന്ധങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എവിടെയാണ് സമാധാനം? സമാധാനം ഒരുപാട് അകലെയാണ്, മരുപ്പച്ച പോലെ ഒരുപാട് അകലെയാണ്. ഗുരുദേവൻ തന്നെ പറയും, പ്രതിവിഷയം പ്രതിബന്ധമേറി മേറുന്നു, ഇതിന് നിജസ്മൃതിയെ നിരാകരിക്കൂ, അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയും നിതിനില്ല നിധിഹാനി. പ്രതിവിഷയം പ്രതിബന്ധമേറി മേവുന്നു. നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയാണ്? പ്രതിവിഷയമാണ്. പ്രതിവിഷയം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മോപദേശ ശതകത്തിലെ ഗുരു പറയാണ്, ഒരു വിഷയം, അതിന്റെ മേലെ വേറൊരു വിഷയം,
അതിന്റെ മേലെ വേറൊരു വിഷയം, അങ്ങനെ വിഷയങ്ങളുടെ തരംഗങ്ങളിൽ പെട്ട് നമ്മൾ ജീവിക്കുകയാണ്. ഒരു സങ്കടം, അതൊന്ന് കഴിഞ്ഞു വരുമ്പോഴേക്കും വേറൊരു സങ്കടം, അതൊന്ന് കഴിഞ്ഞു വരുമ്പോഴേക്കും വേറൊരു സങ്കടം, അത് തീർന്നു വരുമ്പോഴേക്കും വേറൊരു പരാധീനത, അത് കഴിഞ്ഞു വരുമ്പോ വേറൊരു പരാതി, അത് കഴിഞ്ഞു വരുമ്പോ വേറൊരു കോലാഹലം, അത് കഴിഞ്ഞു വരുമ്പോ ഒരു വഴക്ക്. എത്ര വൈചിത്ര്യമായിരിക്കുന്ന പ്രതിബന്ധങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് നോക്കൂ. ഈ പ്രതിബന്ധങ്ങള്, പ്രതിവിഷയങ്ങള് ഒഴിഞ്ഞ ഒരു നേരം പോലും നമുക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സമാധാനം, സമാധി എന്ന അനുഭവം നമ്മളിൽ നിന്ന് വിദൂരമായതുകൊണ്ടാണ്, ഒരുപാട് ദൂരെയായതുകൊണ്ടാണ്. അതിനൊരു പോംവഴി എന്താണ്? ഗുരു തന്നെ പറയാണ്, പ്രതിവിഷയം പ്രതിബന്ധമേറിമേവുന്നു, ഇതിന് നിജസ്മൃതിയെ നിരാകരിക്കൂ. ഇതിനെ നിരാകരിക്കാൻ പറ്റും ട്ടോ. ഒരു ഹോപ്പ് വരെയാണ് നമുക്ക്, ഒരു പ്രതീക്ഷ. എന്നും ഈ എടാകുണ്ടത്തിൽ പെട്ട് ചുറ്റിക്കറങ്ങണം എന്നൊന്നുമില്ല. അല്പം അന്വേഷണം ഉണ്ടെങ്കിൽ, അല്പം ആധ്യാത്മികമായ ഉള്ളുണർവുണ്ടെങ്കിൽ, അല്പം സത്യാന്വേഷണപരത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയും. എന്താ അതിനൊരു മാർഗം എന്ന് ചോദിക്കുമ്പോഴാണ് ഗുരു പറയുന്നത്, ഇതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. ഈ പ്രതിബന്ധങ്ങളെ ഇല്ലാണ്ടാക്കുന്നതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി കുഞ്ഞെ, നിജസ്മൃതി. നിജമായതിനെ ഓർക്കുക, എന്നും നിലനിൽക്കുന്ന പരമമായതിനെ ഓർക്കുക. അതാണ് നിജം, മാറാതെ നിൽക്കുന്നത്. ഈ ലോകം എങ്ങനെയുള്ളതാ? ലോകം മാറിക്കൊണ്ടിരിക്കുന്നതാ. ഇന്ന് കാണുന്ന ലോകമല്ല നാളെ കാണുന്ന ലോകം. ആ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് മാറാതെ നിൽക്കുന്ന തത്വമാണ് നിജം. ആ തത്വത്തിന്റെ ഓർമ്മയാണ് നിജസ്മൃതി. ആ നിജസ്മൃതിയെ കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രതിവിഷയങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വയ്യാവേലികളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും, നിരാകരിക്കാൻ കഴിയും. അതിവിശദ സ്മൃതിയാൽ. ഇതൊരു അതിവിശദമായിരിക്കുന്ന ആലോചനയാണ് കൂട്ടുകാരെ. ഇതൊരു അത്യഗാധമായിരിക്കുന്ന മനനമാണ്, അത്യഗാധമായിരിക്കുന്ന വിചാരമാണ്, അഗാധമായ പ്രാർത്ഥനയാണ്. ആ അതിവിശദമായ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയും. ഇതിന് ഇല്ല നീതിഹാനി, ഇതിനില്ല നീതിഹാനി. ഇത് ഉറപ്പായ കാര്യമാണ്. ആരാണ് ഉറപ്പ് തരുന്നത്? ആപ്തനായിരിക്കുന്ന ഗുരുദേവന്റെ വാക്കുകളാണ്. ഈ അതിവിശദമായിരിക്കുന്ന സ്മൃതി ഉള്ളിൽ ഉണരുമ്പോൾ, ആ അതിവിശദമായിരിക്കുന്ന ഓർമ്മയിലൂടെ, അതിവിശദമായിരിക്കുന്ന വിചാരത്തിലൂടെ എന്താണ് നമ്മുടെ ഉള്ളിൽ തെളിയുക? അതീത വിദ്യാനിധി. അതീത വിദ്യ സാധാരണ വിദ്യയല്ല. അതീത വിദ്യയുടെ പ്രത്യേകത എന്താണ്? അത് അറിവിന് ഏറിയ അറിവാണ്. നമ്മൾ കാണുന്ന അറിവുകൾക്കൊക്കെ അപ്പുറത്തുള്ള ഒരറിവ്. ആ അതീത വിദ്യയാകുന്ന നിധി നിന്റെ ഉള്ളിൽ തെളിയും. എന്തിനു ഓർത്താല്? നിജസ്മൃതിയിൽ ഇരിക്കുമ്പോ. ആ നിജസ്മൃതിയെയാണ് ഗുരു ഓർമ്മിപ്പിക്കുന്നത്. ലോകത്തിന്റെ സ്വഭാവം എന്താണ്? ശരീരത്തിനൊരു സ്വഭാവമുണ്ട്. ആ ശരീരത്തിന്റെ സ്വഭാവത്തിലേക്കല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശരീരത്തിനകത്തിരിക്കുന്ന ഈ ക്ഷേത്രജ്ഞനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ക്ഷേത്രം എങ്ങനെ വേണമെങ്കിലും ഇരുന്നോട്ടെ, പക്ഷെ ക്ഷേത്രത്തിന്റെ അകത്തിരിക്കുന്ന ക്ഷേത്രജ്ഞനിലേക്ക് ശ്രദ്ധിക്കുമ്പോ ക്ഷേത്രത്തിന്റെ പാകപ്പിഴകളൊന്നും തന്നെ ആ ക്ഷേത്രജ്ഞനെ ബാധിക്കാത്തത് പോലെയാണ് നമ്മുടെ ശരീരം. ഒരു ക്ഷേത്രമാണെങ്കിൽ ആ ശരീരത്തിനകത്തിരിക്കുന്ന ഗുരുദേവനാണ് ആത്മാവ്. അതുകൊണ്ടാണ് ഗുരു ആത്മോപദേശ ശതകത്തില് തന്നെ പറയാണ്, ഉടയും ഇരിക്കും ഉദിക്കും ഒന്നു മാറി തുടരും, ഇതിങ്ങ് ഉടലിൻ സ്വഭാവമാകും. ഉടയും ഇരിക്കും ഉദിക്കും ഒന്നു മാറി തുടരും, ഇതിങ്ങ് ഉടലിൻ സ്വഭാവമാകും. മതിമുതലായവയൊക്കെ മാറി
മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം. വേറൊരിടത്ത് ഗുരു പറയാൻ, ഉടയും ഇരിക്കും ഉദിക്കും. നമ്മുടെ ഗുരുദേവൻ ജനിച്ചു, ഗുരുദേവൻ കുറച്ചു കാലം നിലനിന്നു, ഗുരുദേവൻ അയ്യോ അത് കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കുമ്പോ അതാണോ ഗുരു? ഇത് ഗുരുവിന്റെ ശരീരമാണ് ജനിച്ച് കുറച്ചു കാലം നിലനിന്ന് മടങ്ങിപ്പോയത്. അത് ഉടലിൻ സ്വഭാവമാകുന്ന ഗുരു തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഉടയുക എന്ന് പറഞ്ഞാൽ എന്താ? നശിക്കുക, ഇരിക്കുക, നിലനിൽക്കുക, ഉദിക്കുക, ജനിക്കുക. ജനനവും നിലനിൽപ്പും മരണവും ഉടലിൻ സ്വഭാവമാകും, ശരീരത്തിന്റെ സ്വഭാവമാണ്. നമ്മൾ എന്നും ഇങ്ങനെ ഇരിക്കുവോ? 2024 മഹാസമാധിക്ക് പ്രഭാഷണം നടത്താൻ വന്നു എന്ന് വിചാരിച്ചിട്ട് 2050 വരാൻ പറ്റുമോ? ഇല്ല, എവിടെയോ ഇരിക്കും. ഇപ്പൊ ഇരിക്കണം നമ്മള് വേറെ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കും, അല്ലെ? ഉടഞ്ഞു പോവും നമ്മള്. ഈ ശരീരം ഉടയുന്നതാ. എത്ര നേരത്തേക്കുള്ള ഒരു പാനപാത്രമാണ്, പളുങ്ക് പാത്രമാണ് ഈശ്വരൻ തന്നിരിക്കുന്ന ഈ ശരീരം എന്ന് എനിക്കറിയില്ല. ഇതൊരു പളുങ്ക് പാത്രമാണ്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ താഴെ വീണ് ഉടഞ്ഞു പോകുന്ന പളുങ്ക് പാത്രം. ആ ഓരോ പളുങ്ക് പാത്രത്തിനും ഇരുന്നിട്ടാണ് നമ്മൾ അഭിമാനിക്കുന്നത്. ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ അങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ ചിന്തിക്കുമെന്നൊക്കെ അതിന്റെ ഉള്ളിലിരുന്ന് അഹങ്കരിക്കുന്ന നമ്മളോടാണ് ഗുരു പറയുന്നത്, ഇല്ലാട്ടോ, അധികം കാലമൊന്നും അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല, ഒരുപാട് കാലമൊന്നും അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെ ഒരുപാട് പേര് അങ്ങനെ വിചാരിച്ചിരുന്നു. അവരെവിടെ? നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മളെക്കാൾ ഭംഗിയായി ഇങ്ങനെ വിചാരിച്ചിരുന്നവരുണ്ട്. നന്നായി എനിക്ക് പ്രഭാഷണം നടത്താൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് നന്നായി വീട്ടുജോലികൾ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞ വീരശൂര പരാക്രമികളുടെ ലോകമായിരുന്നു ഇത്. അവനാരൊന്നും ഇല്ല. എന്തുപറ്റി? ആ പളുങ്ക് പാത്രം ഉടഞ്ഞുപോയി. പക്ഷെ ഇത് എന്തിനാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാലോ, ശരീരത്തിനാണ് സംഭവിക്കുന്നത്. ലോകത്തിന്റെ സ്വഭാവമാണ്, ശരീരത്തിന്റെ സ്വഭാവമാണ് ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക എന്നുള്ളത്. അതാണ് ഗുരു പറയുന്നത്. ഉടയും ഇരിക്കും ഉദിക്കും ഒന്ന് മാറി തുടരും. ഇതൊരു അനുസ്യൂതമായിരിക്കുന്ന പ്രവാഹമായിട്ടാണ് ഭാരതീയ ദർശനം അതിനെ കാണുന്നത്. കർമ്മത്തിന്റെ ഗതി അങ്ങനെയാണെന്നാ പറയാം. എപ്പോഴാണോ നമ്മൾ നമ്മളുടെ പരമപുരുഷാർത്ഥത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്, അവിടം വരെ നമ്മൾ ഈ ജനിമൃതിയുടെ ചാക്രികതയിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാണ് ഭാരതത്തിന്റെ കർമ്മസിദ്ധാന്തം. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികള് ഇതേ കാര്യം തന്നെയാണ് ഭജഗോവിന്ദ എഴുതിയപ്പോ ആചാര്യസ്വാമികൾ പാടിയതും. പുനരഭിമരണം പുനരഭിജനനം പുനരഭിജനനേ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദോസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. പുനരഭിമരണം പുനരഭിജനനം. എന്താ അവിടെ നടക്കുന്ന കാഴ്ച? എല്ലാവരും മരിച്ചു പോകണം, എന്നിട്ടോ എല്ലാവരും ജനിച്ചു വരുന്നുണ്ട്, മരിച്ചത് പിന്നെയും ജനിക്കണം, പിന്നെയും മരിക്കണം. പുനരഭിമരണം പുനരഭിജനനം പുനരഭിജനനീ ജഠരേഷണം. വീണ്ടും അമ്മയുടെ വയറ്റിലേക്ക് വരണം, ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം. ഇതെപ്പോഴാ ഈ വരവും പോക്ക് നിൽക്കുന്നത്? ഈ വരവിന്റെയും പോക്കിന്റെയും ഉദ്ദേശം ആരാണോ അറിഞ്ഞത്, അവന് ഈ വരവും പോക്കും നിന്നു. ഗുരുദേവൻ ഈ വരവ് പോക്ക് വരവ് തീർത്ത ആളാണ്. ജനിമൃതികളിൽ നിന്ന് പുറത്തു കടന്ന ആളാണ്. ഇനിയൊരു ജനനത്തിന് സാധ്യതയില്ലാതെ, ഇനിയൊരു മരണത്തിലേക്ക് സാധ്യതയില്ലാതെ നിത്യസത്യവുമായി വിലയം പ്രാപിച്ച പരമപുരുഷനാണ്, പരമപൊരുളാണത്. അതുകൊണ്ടാണ് ഗുരുവിന്റെ മരണം മഹാസമാധിയാകുന്നത്. ഗുരു എന്നും ആ നിർവാണം എന്നും നമ്മുടെ ഉള്ളിൽ 97 വർഷങ്ങളാകുമ്പോഴും, നമുക്ക് 1 നൂറ്റാണ്ടാകുന്നു ആ ദേഹം നമ്മളിൽ നിന്ന് മാഞ്ഞു പോയി എന്ന് നമ്മൾ വെറുതെ ഒന്ന് പറയുമ്പോഴും, 1 നൂറ്റാണ്ടായിട്ടും നമ്മുടെ ഉള്ളിലെ ഗുരുമഹിമയ്ക്ക് അല്പം പോലും കോട്ടം തട്ടാതെ, നമ്മുടെ ഉള്ളിലെ ഗുരുവിന് അല്പം പോലും ജരാനരകൾ ബാധിക്കാതെ,
നമ്മുടെ ഉള്ളിലെ ഗുരുദേവൻ എന്നും നിത്യനൂതനമായിരിക്കുന്ന ഒരു അവതാര പുരുഷൻ തന്നെയായി നിൽക്കുന്നതിന്റെ കാരണം ഗുരു അനുഭവിച്ച ആ സമാധാനമായിരുന്നു, സമാധിയായിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴൊക്കെയാണോ നമ്മുടെ മനസ്സ്, എപ്പോഴൊക്കെയാണോ നമ്മുടെ ഹൃദയം വിഷമത്തിന്റെ, സങ്കടത്തിന്റെ കാർമുകിലേറ്റ്, സങ്കടത്തിന്റെ കൊടുങ്കാറ്റേറ്റ് വിഷാദം കൊണ്ട് ഭരിതമാകുന്നത്, അപ്പോഴൊക്കെ ആ ചിത്രത്തിലേക്ക്, ആ മുഖകമലത്തിലേക്ക് ഒന്ന് വന്ന് നിന്ന് ഇത്തിരി നേരം ഒന്ന് കൺപാർക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ സുഖമാണ് നമ്മളിൽ അല്പനേരത്തേക്കെങ്കിലും ഉണർത്തുന്ന സമാധി. ഈ സമാധിയുടെ നിത്യനൈരന്തര്യമായിരുന്നു ഗുരുവിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആശാൻ ഒരു വ്യഥ വന്നപ്പോ ആശാൻ വളരെ നന്നായിട്ട് ഇവിടെയുള്ള കുട്ടികളെ പോലെ തന്നെ ശാഖാകാര്യങ്ങളിലൊക്കെ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ് ആശാന്റെ ഉള്ളില് വലിയൊരു വ്യഥ വന്ന് തിങ്ങി നിറഞ്ഞത്. വലിയൊരു ദുഃഖം വന്നു, മനക്ലേശം വന്നു. ആ മനക്ലേശം വന്നപ്പോഴും ആശാന് തോന്നിയത് ഗുരുസ്വാമിയെ പോയി കാണണം എന്നാണ്. അപ്പൊ ഒരു ദിവസത്തെ വ്രതം എടുത്ത പിറ്റേ ദിവസം ഗുരുവിനെ പോയി കണ്ടുവന്നതിന് ശേഷമാണ് ആശാൻ നമ്മൾക്ക് എപ്പോഴും പരിചയമുള്ള 4 വരി കവിത ആശാൻ ചൊല്ലിയത്. അണകവിയും നടനാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യമാൻ അണികരമേകെ അണഞ്ഞിടുന്ന ശ്രീനാരായണ ഗുരുദേവൻ എന്റെ ദൈവമല്ലോ. ആ ശ്രീനാരായണ ഗുരുവാകുന്ന നായകൻ എന്റെ ദൈവമാണ് എന്ന് ആശാന് തോന്നിയത് അണകവിയും നടലാഴിയാഴുമെന്നിൽ. വലിയൊരു വ്യഥ ഉള്ളില് വന്ന് തിങ്ങി നിറഞ്ഞു നിന്നപ്പോഴാണ് ആ വ്യഥക്കിടയിൽ നിന്ന് എനിക്കെന്റെ ഗുരു ഉണ്ടല്ലോ എന്റെ സങ്കടം മാറ്റാൻ, എന്റെ നോവ് മാറ്റാൻ എന്ന് ആലോചിച്ചപ്പോഴാണ് പ്രണയമുദിച്ച് കവിഞ്ഞ 1 കോടി ദിവാകരൻ ഒന്നിച്ചുയരുന്ന പോലെ ആ വ്യഥയുടെ നടുക്കടലിൽ നിന്നും ഗുരുവാകുന്ന പൂർണ്ണ ബിംബം ആശാന്റെ ഹൃദയ കമലത്തിലേക്ക് പതിയെ പതിയെ പൊന്തി വന്ന് ആ വ്യഥയെ കെടുത്തിയത്. ഇതാണ് ഗുരുക്കന്മാരെ കൺപാർക്കുമ്പോൾ ഒരു ഭക്തൻ ഉണ്ടാകുന്ന അനുഭവം. ഇതെങ്ങനെയേ വരൂ. അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി പോലും ഒരു സമാധാനമില്ല ഗുരുവേ എന്ന് പറയുമ്പോ പതഞ്ജലി മഹർഷി പോലും, യോഗദർശനത്തിന്റെ ആചാര്യനായ പതഞ്ജലി മഹർഷി പോലും ചിത്തം, നമ്മളുടെ ഹൃദയം, നമ്മുടെ മനസ്സ് സ്വസ്ഥമാകുന്നതിന് വേണ്ടിയിട്ട് പതഞ്ജലി മഹർഷി പറഞ്ഞതും വീതരാഗ വിഷയം വാ ചിത്തം. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നിങ്ങൾ നോക്കിയിരിക്കേണ്ടത് ഒരു മുക്ത പുരുഷന്റെ ചിത്രത്തിലേക്കായിരിക്കണം. ഒരു ചിത്രത്തിലേക്ക് നോക്കിയാലും അസ്വസ്ഥത മാറില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ചിത്രമാണുള്ളത്, പല ചിത്രങ്ങളും ഉണ്ടാവും. ആ ചിത്രങ്ങളിലൊന്നും നോക്കി അസ്വസ്ഥത മാറില്ല. ആ ചിത്രം ഒരു പക്ഷെ നമ്മളുടെ അസ്വസ്ഥത കൂട്ടിയേക്കാം. പക്ഷെ ഗുരുവിന്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോ ആ അസ്വസ്ഥതകളൊക്കെ ഒരു വലിയ കറുത്തിരുണ്ട മേഘശകലം എങ്ങനെയാണോ ആകാശത്ത് നിൽക്കുമ്പോ ഒരു വലിയ കാറ്റ് വന്ന ആ മേഘശകലത്തെ എല്ലാം ചിന്ന ഭിന്നമാക്കി കളയുന്നത്, അതുപോലെയാണ് ഒരു വ്യഥിത മാനസൻ ഗുരുവിന്റെ ചിത്രത്തെ കൺപാർക്കുമ്പോൾ, ഗുരുവിന്റെ യോഗ നയനങ്ങളിലേക്ക് സാഗൂതം നോക്കിയിരിക്കുമ്പോൾ ആ ഭക്തൻ ഉണ്ടാകുന്ന നൈർമല്യമുള്ള അനുഭവം എന്ന് പറയുന്നത്. ഇത് ഗുരുവിന്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഗുരുവിനെ കൂട്ടുപിടിച്ച ഓരോ ഗുരുഭക്തന്റെയും ജീവിതാനുഭവമാണ്. എവിടെ നിന്നാണ് ആത്മാവിൽ നിന്ന് ഉറന്നു വരുന്ന, ആത്മാവിൽ നിന്ന് കിനിഞ്ഞു വരുന്ന ശാന്തി അനുഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, എവിടെ നിന്നാണ് നിഷ്കളങ്കമായിരിക്കുന്ന ഒരു പ്രണയ സാഫല്യം അനുഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, എവിടെ നിന്നാണ് സത്യാനുഭൂതിയുടെ ഇത്തരത്തിലുള്ള ഉൾവെളിച്ചങ്ങൾ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, അതൊക്കെ ഗുരുദേവൻ എന്ന സങ്കല്പത്തെ ചുറ്റിപ്പറ്റി നിന്നിട്ട് തന്നെയാണ്. ആ ഗുരുവിന്റെ ശരീരവിയോഗം എങ്ങനെയാണ്? ഇതേ അവസ്ഥ, ഈ ഉടയും ഇരിക്കും ഉദിക്കും ഒന്നു മാറി തുടരും ഇതിങ്ങുടലിൻ സ്വഭാവമാകും എന്ന് ഗുരു പറഞ്ഞത് അനുകമ്പാദശകത്തിലെ വേറൊരു തരത്തിലും ഗുരു പറയുന്നുണ്ട്. എങ്ങനെയാ അവിടെ പറയുന്നത്? വരുമാറുവിധം വികാരവും
വരുമാറില്ല അറിവിന്നിതിന്നു നേർ ഉരുവാം ഉടൽ വിട്ടു കീർത്തിയാം ഉരുവാർ നിന്ന് അനുകമ്പ നിന്നിടും വരുമാറുവിധം വികാരവും വരുമാറില്ല അറിവിന്നിതിന്നു നേർ ഉരുവാം ഉടൽ വിട്ടു കീർത്തിയാം ഉരുവാർ നിന്ന് അനുകമ്പ നിന്നിടും വരും 6 വിധം വികാരവും. നമ്മളൊക്കെ 6 വിധമായ വികാരങ്ങൾക്ക് വശപ്പെടുന്നവരാ. വികാരം എന്ന വാക്കിന് എന്താ അർത്ഥം? ഇവിടെ വികാരം എന്ന് പറയുന്നത് ഇമോഷൻ എന്ന അർത്ഥത്തിലല്ല. അയ്യോ, ദേഷ്യം ഒരു വികാരമാണ്, സ്നേഹം ഒരു വികാരമാണ്, അസൂയ ഒരു വികാരമാണ്, ആ അർത്ഥത്തിലല്ല. ഇവിടെ പറയുന്ന വികാരം എന്ന വാക്കിന്റെ അർത്ഥം മാറ്റം എന്നുള്ള അർത്ഥത്തിലാണ്. ഈ ലോകത്ത് എല്ലായിടത്തും എന്തുണ്ട്? മാറ്റങ്ങളുണ്ട്, മാറ്റത്തിന് വിധേയമാണ് അല്ലെ? നമ്മൾ ഒരു 10 വർഷം മുമ്പുണ്ടായ നമ്മളാണ് ഇപ്പൊ കാണുമ്പോ എത്ര മാറിപ്പോയി, കണ്ടിട്ട് മനസ്സിലായേ ഇല്ല അല്ലെ? നമ്മളെപ്പോഴും പറയുന്നതാണ് ആളെത്ര മാറിപ്പോയി. മാറ്റമാണ് സമൂഹത്തില്, ലോകത്തില് എന്തിനെ നോക്കിയാലും നമുക്ക് എന്തുണ്ടാകുന്നു? മാറ്റം ഉണ്ടാകുന്നുണ്ട്. മാറ്റങ്ങളില്ലാത്ത ഒന്നും തന്നെ ഇല്ല. ഒരു തളിരില, ഒരു തെഴുമേനി, ഒരു കുഞ്ഞു തളിരില, ഒരു കിസലയം ഒരു ചെടിയിൽ ഉണ്ടാകുമ്പോ ആദ്യത്തെ ദിവസം അതിന്റെ ആ തളിരിന്റെ കാന്തി കണ്ട് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. മാന്തളിർ നോക്കൂ, മാമ്പൂ ഉണ്ടാകുന്നതിന് മുമ്പ് മാവിനുണ്ടാകുന്ന ആ കൊച്ചു കൊച്ചു ഇലകളെ നോക്കൂ, എത്ര മനോജ്ഞമായിട്ടാണ് ഈശ്വരൻ ആ ഇലകളെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. ഒന്ന് നിവർന്നു നിൽക്കാനുള്ള ശേഷിയില്ലെങ്കിലും അതിന്റെ അതിലോലമായിരിക്കുന്ന അതിന്റെ ദളങ്ങൾ കണ്ട് അത്ഭുതപ്പെടുമ്പോ എത്ര ദിവസങ്ങൾ, വളരെ തുച്ഛമായിരിക്കുന്ന ദിവസങ്ങൾ കൊണ്ടാണ് അത് ഒരു കരിമ്പച്ച കളറാകുന്നതും അത് മഞ്ഞ കളറാകുന്നതും അത് പൊഴിഞ്ഞ് താഴേക്ക് വീഴുന്നതും. നശ്വരമാണ് ഓരോന്നിന്റെ ഈ അവസ്ഥ. അതുകൊണ്ടാണ് ആശാന് ഒരു കുഞ്ഞു പൂവ് വീണ് താഴെ കിടക്കുമ്പോ പോലും ജീവിതത്തിന്റെ നശ്വരതയെ കുറിച്ച് പാടാൻ മഹാഗുരുവിനെ കൂട്ടായി കിട്ടിയ ആ മഹാശിഷ്യന് കഴിഞ്ഞത് ജീവിതത്തിന്റെ ഈ നശ്വരതയെ കാണിക്കാനാണ്. ശ്രീ ഭൂവിൽ അസ്ഥിര എന്ന് ആശാൻ ഊന്നി പറഞ്ഞത് കൊണ്ടാണ്. ഈ ഐശ്വര്യം, ഈ ധനം, ഈ സൗന്ദര്യമൊക്കെ ഈ ഭൂവിൽ അസ്ഥിരമാണ് കുട്ടി, സ്ഥിരമല്ല കുട്ടി എന്നാണ്. ഏതേത് കാര്യങ്ങളാലാണോ ഞാൻ അഹങ്കരിക്കുന്നത്, ഏതേത് കാര്യങ്ങളിലാണോ ഞാൻ അഭിമാനിക്കുന്നത്, ഏതേതൊക്കെ കാര്യങ്ങളിലാണോ ഞാൻ ഊറ്റം കൊള്ളുന്നത്, അതൊക്കെ അസ്ഥിരമാണ്. ശ്രീ ഭൂവിൽ അസ്ഥിര. എന്നിട്ട് ആ പൂവിന് ആശാൻ കൊടുക്കുന്നത് ഉപദേശം എന്താണ്? വീണപൂവിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോ ആശാൻ ആ പൂവിനെ നോക്കി പാടുന്നുണ്ട്, ഹാ ശാന്തി ഔപനിഷദോക്തികൾ തന്നെ നൽകും ക്ലേശിപ്പദാത്മപരിപീഡനമജ്ഞയോഗ്യം ആശാഭരം ശ്രുതിയിൽ വയ്ക്കുക. പിന്നെ നമ്മൾ ഈശാജ്ഞ പോലെ വരുമൊക്കെയും ഓർക്ക പൂവേ. പൂവിനോട് പറയാണ്, എത്ര സുന്ദരിയായിരുന്നു, നിനക്ക് ചുറ്റും എത്ര കരിവണ്ടികൾ വട്ടമിട്ട് പറന്നതാണ്, നിനക്ക് ചുറ്റും എത്ര പൂമ്പാറ്റകൾ ആലോലമാടി വന്നു പോയതാണ്, അവരൊക്കെ എവിടെ? നിനക്ക് റീത്ത് വെച്ചത് കുളിർമഞ്ഞിന്റെ തലപ്പത്ത് ഒരു ചിലന്തി വന്ന് ആ പൂവിന് ചുറ്റും ഒരു ചിലന്തി വല തീർത്തത് ഒരു റീത്ത്, നിനക്കണിയിച്ച മഞ്ഞിൽ പൊതിഞ്ഞ റീത്തായിട്ട് മഹാകവി അതിനെ ഉപമിക്കുന്നുണ്ട്. ഇത് പ്രകൃതി അവൾക്ക് ഒരുക്കിയ ആദരാഞ്ജലികളാണ്. ആ റീത്തിന് അങ്ങനെയാണ് പറയുന്നത്, ഈ ചിലന്തി ഒരുക്കിയ ചിലന്തി വലകള്. എന്നിട്ട് ആ പൂവിനോട് പറയാണ്, ഈ ഭൂമിയിൽ സ്ഥിരമായിട്ടൊന്നുമില്ല, വരുമാറുവിധം വികാരവും. ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, എപ്പോഴും മാറ്റങ്ങൾക്ക് വശപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? മാറ്റമില്ലാത്തതിനെ ധ്യാനിക്കുക, മാറ്റമില്ലാത്തതിനെ ഉപാസിക്കുക, മാറ്റമില്ലാത്തതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതിന്റെ പ്രതിവിധി എന്ന് പറയുന്നത്. അതെവിടെ നിന്ന് കിട്ടും? ആ ശാന്തി ഔപനിഷദോക്തികൾ തന്നെ നൽകും. ആശാൻ പറയാണ് പൂവിനോട്, എവിടെന്നാ പൂവേ ശാന്തി കിട്ടുക? നിനക്കറിയുമോ ജീവിതത്തിൽ എവിടെ നിന്നാണ് ശാന്തി കിട്ടുക എന്ന്? നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് രണ്ടാമതൊരു വ്യക്തിയാണ് നമുക്ക് ശാന്തി തരിക എന്നുള്ളത്.
അങ്ങനെയല്ല. വ്യക്തികളിൽ നിന്നല്ല ശാന്തി ലഭിക്കുക. ആ ശാന്തി ഔപനിഷദോക്തികൾ തന്നെ നൽകും. ഉപനിഷത്തിലേക്ക് നിന്റെ ശ്രദ്ധ പോട്ടെ. ആ ഉപനിഷത്ത് പറഞ്ഞു തരുന്ന വിദ്യയാണ്, ബ്രഹ്മവിദ്യയാണ് ശാന്തി പ്രദാനം ചെയ്യുക. ആ ശാന്തി ഔപനിഷദോക്തികൾ തന്നെ നൽകും. ക്ലേശിപ്പതാത്മപരിപീഡനം അജ്ഞയോഗ്യം. അജ്ഞന്മാർക്ക് ചേർന്നതാണ്, അറിവില്ലാത്തവർക്ക് ചേർന്നതാണ്, ബുദ്ധൂസുകൾക്ക് ചേർന്നതാണ് ഈ കരച്ചില്, ഈ ക്ലേശം, ഈ ദുഃഖം. ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ദുഃഖം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? ആശാഭരം ശ്രുതിയിൽ വെക്കുക. നീ നിന്റെ എല്ലാ പ്രതീക്ഷകളും, നീ നിന്റെ എല്ലാ ഉണർത്തുപാട്ടുകളും ശ്രുതിയിലൂടെ കാണുക, വചനങ്ങളെ ആശ്രയിക്കുക എന്നാണ്. നമ്മൾ ഏതൊരു പരമ്പൊരുളിനെയാണോ മഹാഗുരുവായി മഹേശ്വരനായി ധ്യാനിക്കുന്നത്, ആ മഹാഗുരുവിനെ, ആ മഹേശ്വരനെ എങ്ങനെ കാണുക? അദ്ദേഹത്തിന്റെ വാണികളെ കാണുമ്പോൾ കൺപാർക്കുന്നതാണ്. അല്ലെങ്കിൽ ആ മഹാഗുരു ഉരുവിട്ട വചനങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണമായിട്ട് കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥത്തിൽ ശാന്തി ലഭിക്കാനുള്ള മാർഗം. ക്ലേശിപ്പതാത്മപരിപീഡനം അജ്ഞയോഗ്യം. പിന്നെയൊക്കെ എങ്ങനെ വരും? ആശാഭരം ശ്രുതിയിൽ വെക്കുക, പിന്നെയെല്ലാം ഈശാജ്ഞ പോലെ വരും, ഒക്കെ ഓർക്ക പോവേ. പിന്നെ വരുന്നത് ഈശ്വരന്റെ ഇച്ഛ പോലെ വരട്ടെ. പിന്നെ വരുന്നത് ഈശ്വരന്റെ ഇച്ഛ പോലെയാണ്. ഒരുപാട് സ്ഥലത്ത് അത് പറയുന്നുണ്ട്, കൽപ്പിച്ച പോലെ വരും. നമ്മൾ മറന്നു പോകും. പക്ഷെ അത് അല്ലേ, ദുഃഖം വരുന്ന നേരത്ത് ആരെങ്കിലും ഓർക്കുമോ കൽപ്പിച്ച പോലെ വരുമെന്ന്? ഇല്ല, അത് ഓർക്കാൻ ഇഷ്ടമില്ല. ആ സമയത്ത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ദുഃഖം ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ ഇരുന്ന് പഠിക്കുന്നത്. പക്ഷെ ദുഃഖം വരുമ്പോഴോ, ദുഃഖം വരുമ്പോ വീണ്ടും ശങ്കരൻ തന്നെ അതൊക്കെ മറന്നു പോകും നമ്മള്. അപ്പൊ വിദ്യ പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് വേണം? ഉപനിഷത്തില് ഒരു ശിഷ്യനും ഗുരുവിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ കേട്ട് കാണും. ഓം സഹനാവവതും സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനൗ അധീതമസ്തു മാ വിദ്വിഷാവഹൈ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇവർക്കൊക്കെ അറിയാം. അതില് ഒരു വരിയാണ് തേജസ്വിനാവധീതമസ്തു എന്നാണ്. എന്താ അങ്ങനെ പറഞ്ഞാല്? ഗുരു ശിഷ്യനെ ഒരുമിച്ചാട്ടോ പ്രാർത്ഥിക്കുക. ഗുരു വലിയ ആളാണ്, എനിക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ല, ശിഷ്യ നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്ന ഗുരു അല്ല. ഇപ്പോഴത്തെ ഗുരുക്കന്മാരെ വെച്ച് പഴയ ഗുരുക്കന്മാരെ കമ്പയർ ചെയ്യുന്നു. അവര് ഒരുപാട് നമ്മളിൽ നിന്നൊക്കെ ദൂരെയാണ്. എല്ലാവിധമായിരിക്കുന്ന സമാധാനത്തിന്റെയും സമാധിസ്ഥരുടെയും ഉടമകളായിരുന്നു അവര്. അപ്പൊ ആ ഗുരുവും ശിഷ്യനും ഒരുമിച്ച് പറയാണ് തേജസ്വിനാവധീതമസ്തു. എന്താ അത്? ഞാൻ പഠിച്ചതെല്ലാം തേജസ്സുറ്റതായി തീരട്ടെ. പ്രാർത്ഥനയാണ്. എന്തിനാ ഇങ്ങനൊരു പ്രാർത്ഥന എന്ന് നമുക്ക് തോന്നാം, പക്ഷെ ഇതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഞാൻ പഠിച്ചതെല്ലാം തേജസ്സുറ്റതായി തീരട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തില് നമുക്ക് ആവശ്യമായി വരുന്നത്, ആ സമയത്ത് ഇത് സഹായിക്കണേ ഗുരുവേനാണ്. പലർക്കും അങ്ങനെ വരാറില്ല. സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് വായിച്ച ആത്മോപദേശ ശതകത്തിന്റെ ഈരടികൾ, സ്വസ്ഥമായിരുന്ന സമയത്ത് ഗുരുമന്ദിരത്തിൽ വന്നിരുന്ന് വായിച്ച അനുകമ്പാദശകത്തിലെ ശ്ലോകശകലങ്ങള്, സ്വസ്ഥമായിരുന്ന സമയത്ത് പാടിയ സുബ്രഹ്മണ്യ കീർത്തനത്തിലെ ശ്ലോകങ്ങളൊന്നും അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഓർമ്മയിലേക്ക് വരാറില്ല. ആ ഓർമ്മയിലേക്ക് വരുന്നതിനെയാണ് തേജസ്വിനാവധീതമസ്തു എന്ന് പറയുന്നത്. പഠിച്ചത് തേജസ്സുറ്റതായി തീരുന്നത് അവിടെയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങള് ഫലവത്തായി തീരണം ജീവിതത്തിൽ. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ പഠിച്ചതും നമ്മളുടെ ജീവിതവും രണ്ടും രണ്ടായി നിൽക്കും. പാത്രം കഴുകുന്ന പോലെ, മുറ്റമടിക്കുന്ന പോലെ, തുണി അലക്കുന്ന പോലെ ഒരു കാര്യമാണ് ആത്മോപദേശവും വായനയും നാവും. അങ്ങനെ മതിയോ? അങ്ങനെയല്ല. മറ്റു കർമ്മങ്ങളെ പോലുള്ള ഒരു കർമ്മമല്ല അധ്യാത്മമായിരിക്കുന്ന കർമ്മം. അത് ഓരോ ദിവസം എടുത്ത് ചൊല്ലുമ്പോഴും ഈശ്വരനോട് പറയണം, ഗുരുവിനോട് പറയണം, ഗുരു എപ്പോഴൊക്കെ എൻ്റെ ഹൃദയം സങ്കടം കൊണ്ട് വേപതു കൊണ്ടിരിക്കുന്നുണ്ടോ
അപ്പോഴൊക്കെ നിന്റെ ഈ ആത്മോപദേശ ശതകമാകുന്ന കിരണാവലി എന്റെ ആത്മാവിലേക്ക് അരിച്ചിറങ്ങിക്കൊണ്ട് എനിക്ക് സ്വസ്തി തരാൻ പ്രാപ്തമാക്കണേ. ഇതൊരു പ്രാർത്ഥനയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പൊ നമ്മൾക്ക് എന്ത് പറ്റില്ല? അപ്പൊ നമ്മളിങ്ങനെ അസ്വസ്ഥമായി കൊണ്ടിരിക്കില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് പരാതികളും പരിഭവങ്ങളും പറഞ്ഞിരിക്കില്ല. ഈശാജ്ഞ പോലെ വരും എന്ന് വിചാരിക്കും, കൽപ്പിച്ച പോലെ വരും എന്ന് വിചാരിക്കും. ഒരു മുളന്തണ്ട് പോലെ അല്ലെ, ഭഗവാന്റെ കൃഷ്ണന്റെ കയ്യിലിരിക്കുന്ന വാദ്യോപകരണം വെറുതെ ഒരു കുഴലാണ്, അകത്തൊന്നുമില്ലാത്ത ഉള്ളം ശൂന്യമായ ഒരു പുല്ലാങ്കുഴൽ. പക്ഷെ ആ ഉള്ളം ശൂന്യമായിരിക്കുന്ന പുല്ലാങ്കുഴലിൽ നിന്നാണ് കൃഷ്ണൻ അദ്ദേഹത്തിന്റെ മഹത്തരമായിരിക്കുന്ന സംഗീതത്തെ പുറത്തേക്ക് വിട്ടത്. ഇങ്ങനെ ഒരു പുല്ലാങ്കുഴൽ പോലെയായിരിക്കുക നമ്മളും. പുല്ലാങ്കുഴൽ പോലെയായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അകത്ത് ഒന്നും കൊണ്ടുവന്ന് നിറയ്ക്കരുത്. നമ്മളുടെ അകം ചപ്പു ചവറുകൾ നിറയ്ക്കാനുള്ള വെസ്റ്റ്ബിന്നല്ല. അത് ശൂന്യമാക്കി വെക്കുമ്പോ നമ്മളും ഒരു പുല്ലാങ്കുഴലാവും. ആര് വന്ന് ഊതിയാലും സംഗീതം പുറത്തേക്ക് വരുന്ന പുല്ലാങ്കുഴൽ. അതുകൊണ്ടാണ് പുല്ലാങ്കുഴലിനെ ഭഗവാൻ തെരഞ്ഞെടുത്തത്. അകത്തൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുക്കില്ല. കാരണം എന്താ? അകത്ത് നിന്ന് സംഗീതം വരില്ല. ഒഴിഞ്ഞ പ്രതലത്തിലൂടെ മുരളിക ഊതുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് ആരെയും ഹഠാത് ആകർഷിക്കുന്ന സംഗീതം പുറത്തേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കണം ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നത്. ഇത്രയും സുന്ദരമായിരിക്കുന്ന, ഇത്രയും ധന്യമായിരിക്കുന്ന, വളരെ ആരും നിർബന്ധിക്കാതെ തന്നെ ഇന്നത്തെ ദിവസം ഗുരു നമ്മളിലേക്ക് പ്രതിഷ്ഠിതമാകുന്ന, ഗുരു നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന, ഗുരു നമ്മളോടൊത്ത് ചിലവഴിക്കുന്ന അപൂർവം ചില ദിവസങ്ങളാണ് ഇന്നത്തെ. ഈ ദിവസങ്ങളില് നമ്മളെ ഇങ്ങനെ ഒരു മഥന പ്രക്രിയ, ഒരു പാലാഴി മഥനം കണക്ക് നമ്മളും നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ മതിച്ചെടുക്കണം, കടഞ്ഞെടുക്കണം. നമ്മളെയും നമ്മൾ കടയാൻ ഉപയോഗിക്കുന്ന ദിവസമാണ്. നല്ല കടകോല് കൊണ്ട് അരണി കടഞ്ഞെഴും അഗ്നി പോലെ ആരായിപ്പവരിലിരുന്ന് അതിരച്ചെഴും വിവേകം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ കടയണം. ജീവിതത്തില് ഒന്നും നമുക്ക് വെറുതെ കിട്ടില്ല. ഗുരു തന്നെ അറിവിനെ കുറിച്ച് പറയുമ്പോ തന്നെ ഗുരു പറയുന്നുണ്ട്, വിവേകം താനേ വരുമോ? ഇല്ല. എന്നിട്ട് പറയുന്നത് എന്താണ്? നല്ല പുസ്തകങ്ങൾ വായിക്കണം. അപ്പോ ഒന്നുകിൽ നമുക്കൊരു ഗുരു ഉണ്ടായിരിക്കണം കാര്യങ്ങൾ പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ നല്ല ഒരു സതീർത്ഥ്യൻ ഉണ്ടായിരിക്കണം, സുഹൃത്ത് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിലോ നല്ല പുസ്തകങ്ങൾ ഉണ്ടായിരിക്കണം. ഇവിടെ നിന്നൊക്കെ മാത്രമാണ് ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന വിവേകം, ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ജ്ഞാനം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ ആർജിക്കേണ്ടതാണ്. ഈ അറിവാണ് ആർജിക്കേണ്ടത്. ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ കഴിഞ്ഞു പോണുണ്ടല്ലോ. ഓരോ വർഷം ഓരോ വിഷു വരും, ഓണം വരും. കക്കാടിന്റെ കവിതയിൽ പറയുന്ന പോലെ അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാമെന്ന് കവി പാടിയ പോലെയല്ല. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളുടെ വിവേകത്തെ പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ കാഴ്ചകൾക്ക്, നമ്മളുടെ മാനസിക ഘടനയ്ക്കൊക്കെ പുതിയ ഒരു ഭാവുകത്വം വരുത്തിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ആരെ കൂട്ടുപിടിച്ച് ചെയ്യാവുന്നതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും വലിയ മുഖസാക്ഷിയാണ് ഗുരുദേവൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എപ്പോഴും വേണം, ഒരു നിധി കണക്ക്. നമുക്ക് കിട്ടിയ അമൂല്യമായ ഒരു രത്നമാണത്. ആ രത്നത്തെ കളഞ്ഞ് കുളിക്കരുത്, ആ രത്നത്തെ കളയരുത്. ആ രത്നം എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരം, ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഏറ്റവും വലിയ സഞ്ജീവനി, ഒരുപാട് അസ്വാസ്ഥ്യങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയ സ്വാസ്ഥ്യമായിട്ട് ഗുരു എന്ന രത്നം നമുക്ക് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരും. 6 വിധം വികാരവും, 6 വിധത്തിലുള്ള വികാരങ്ങള്, 6 വിധത്തിലുള്ള മാറ്റങ്ങള് ശരീരത്തിനുണ്ട് എന്നാണ് പറയാ. ഉണ്ടാവുക, ഒരു സാധനം ഉണ്ടായിരിക്കുന്ന ഒന്ന് ജനിക്കുന്നു, ജനിക്കുന്ന ഒന്ന് വളരുന്നു, വളരുന്ന ഒന്ന് വൃദ്ധിയെ പ്രാപിക്കുന്നു, പിന്നെ അത് അപക്ഷയം, ജന്മം, വൃദ്ധി,
പരിണതി, അപക്ഷയം, വിനാശം എന്നാണ് 6 മാറ്റങ്ങളെ കുറിച്ച് പറയുക. ഇനി ഇങ്ങനെ ജീർണിക്കാൻ തുടങ്ങും അല്ലെ. കുറച്ചു നാള് ഒരു കുഞ്ഞ് ഇങ്ങനെ പിച്ച വെച്ച് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിച്ച വെച്ച് നടന്നിട്ട് അത് ഒരു ബാലികയായിട്ട് മാറുന്നത് കാണുന്നു, ഒരു കുമാരിയായിട്ട് മാറുന്നത് കാണുന്നു, ഒരു യുവതിയായിട്ട് മാറുന്നത് കാണുന്നു, ഒരു മധ്യവയസ്കയായിട്ട് മാറുന്നത് കാണുന്നു, ഒരു വൃദ്ധയായിട്ട് മാറുന്നത് കാണുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ചാക്രികത അല്ലെങ്കിൽ ഈ ഒരു മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഗുരു പറയാണ്, വരുമാറുവിധം വികാരവും വരുമാറില്ല അറിവിന് ഇതിന്നു നേർ. ഇത് ആർക്കില്ല? ഈ മാറ്റങ്ങളൊന്നും അറിവിനില്ല. ഈ മാറ്റങ്ങളൊന്നും ആത്മാവിനില്ല. ആത്മാവിന് പിച്ച വെച്ച് നടക്കണ പ്രായമില്ല, ആത്മാവിന് ബാലാവസ്ഥയില്ല, ആത്മാവിന് കൗമാരാവസ്ഥയില്ല, ആത്മാവിന് യൗവനാവസ്ഥയില്ല. നിത്യനൂതനമാണ്. അതെങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെ. അതുകൊണ്ട് പറയാണ്, വരുമാറില്ല അറിവിന്നിതിന്നു നേർ ഉരുവാം ഉടൽ വിട്ടു കീർത്തിയാം ഉരുവാർന്നിങ് അനുകമ്പ നിന്നിടും എന്ന്. എങ്ങനെയാണ് പിന്നെ അവര് ജീവിക്കുക? ഗുരുദേവൻ എങ്ങനെയാ നിലനിൽക്കുന്നത് ലോകത്തില്? ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉരുവാം ഉടൽ വിട്ട് കീർത്തിയാം ഉരുവാർന്ന്. ഗുരുദേവന്റെയൊക്കെ ആ ഉടൽ, ആ ശരീരം നമ്മളുടെ കൺവട്ടത്ത് നിന്ന് പോയാലും കീർത്തിയാകുന്ന ഉരുവേന്തി, യശസ്സാകുന്ന ശരീരവേന്തി. കീർത്തിയാകുന്ന ശരീരമാണ് ഇപ്പൊ ഗുരുവിനുള്ളത് അല്ലെ. കീർത്തി, അത്രയും വലിയൊരു ശരീരമാണ് കീർത്തി എന്ന് പറയുന്നത്. അത്രയും ഫേമസ് ആയിട്ട്, അത്രയും യശസ്സോട് കൂടിയിട്ട് ആണ് ഗുരു നിൽക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ പോലും യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു. സാധാരണ നിർവാണമല്ല. ഈ നിർവാണം കുറച്ചുകൂടി യശസ്സിനെ ഉണ്ടാക്കുന്നതാണ്. ജരാരുജാമൃതി ഭയമെഴാ ശുദ്ധ യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു. ജര രുജ മൃതി. സഹോദരൻ അയ്യപ്പന്റെ ഉള്ളിൽ കിടന്ന ഒരു ബുദ്ധിസത്തിന്റെ പ്രേരണയായിരിക്കാം, ഒരു ബുദ്ധിസത്തിന്റെ കാഴ്ച സഹോദരൻ അയ്യപ്പനിൽ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉതിർന്നു വന്നത്. ജര രുജ മൃതി അല്ലെ. ജര എന്ന് പറഞ്ഞാൽ എന്താണ്? വാർദ്ധക്യാണ്. രുജം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗമാണ്. മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമാണ്. ബുദ്ധന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാല് സിദ്ധാർത്ഥ രാജകുമാരൻ ബുദ്ധനാകുവാൻ വേണ്ടി കൊട്ടാരം വിട്ടുപോയത് ഈ 3 കാഴ്ചകൾ കണ്ടിട്ടാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥ രാജകുമാരൻ ഒരിക്കൽ കൊട്ടാരത്തിന് പുറത്തേക്ക് കുതിരവണ്ടിയിൽ കയറി പോകുമ്പോ വൃദ്ധനായ ഒരാളെ കണ്ടു. കൊട്ടാരത്തിൽ എങ്ങും വൃദ്ധരെ കണ്ടിട്ടില്ല. അങ്ങനെയല്ല സിദ്ധാർത്ഥന്റെ അച്ഛൻ സിദ്ധാർത്ഥനെ വളർത്തിയിരുന്നത്. ഈ വൃദ്ധനായ ആളെ കണ്ടു കഴിഞ്ഞപ്പോ സിദ്ധാർത്ഥ രാജകുമാരൻ ഈ സാരഥിയോട് ചോദിച്ചു, അതെന്താ അദ്ദേഹം അങ്ങനെ ഇരിക്കണത് എന്ന് ചോദിച്ചു. സാരഥി പറഞ്ഞു, കുഞ്ഞെ, നമ്മളും അങ്ങനെയാവും കുറെ കഴിയുമ്പോ നമ്മളും ആരാവും? ജരാനരകള് ബാധിക്കുന്ന വൃദ്ധനാവും. ഇപ്പൊ ഈ അവസ്ഥ, ഈ ഒരു അരോഗമായിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ദൃഢാവസ്ഥയൊന്നും കുറെ കഴിയുമ്പോൾ ഉണ്ടാവില്ല. ബുദ്ധന് വലിയ വിഷമായി. സിദ്ധാർത്ഥന് അത് വലിയൊരു ആലോചനയ്ക്ക് കാരണമായി, വലിയൊരു വിചാരത്തിനുള്ള കാരണമായി. പിന്നെ കണ്ടത് ഒരു രോഗിയാണ്. അയ്യോ, അതെന്താ വയ്യാണ്ട് നടക്കണേ? അപ്പൊ പറഞ്ഞു കൊടുത്തു, ഇത് രോഗമാണ്, നമുക്കിപ്പോ രോഗങ്ങൾ വരാം. എത്ര പൈസ ഉണ്ട് എന്ന് പറഞ്ഞാലും, എത്ര വലിയ സ്ഥാനത്താണ് എന്ന് പറഞ്ഞാലും, എങ്ങനെയൊക്കെയുള്ള ആളാണ് എന്ന് പറഞ്ഞാലും, രോഗം വന്ന് ശരീരത്തെ കീഴടക്കാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. ഈ രുച, ഈ രോഗം കണ്ടപ്പോ അപ്പോഴും ഈ സിദ്ധാർത്ഥ രാജകുമാരൻ എന്ത് പറ്റി? സിദ്ധാർത്ഥ രാജകുമാരൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, എന്താണ് ഈ ജീവിതത്തിന് അർത്ഥം? പിന്നെ കണ്ടത് ഒരാളെ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നതാണ്. ഒരു മരണവണ്ടി ഇങ്ങനെ മരണത്തെ ചുമന്നുകൊണ്ട് കുറച്ച് ആളുകൾ പോകുന്നത് കണ്ടു. അപ്പൊ അതെന്താ അയാളെ കിടത്തിയിരിക്കുന്നത്? അതെങ്ങോട്ടായിരുന്നു ഈ പോണത് എന്ന് ചോദിച്ചപ്പോ അയാള് മരിച്ചുപോയി. മരിക്കേ? അതെ, മരിച്ചുപോയി. നമ്മൾ കുറെ കഴിയുമ്പോൾ മരിക്കും. ഈ ജരാ രുജ മൃതി, ഈ 3 കാര്യങ്ങളാണ് സിദ്ധാർത്ഥകുമാരനെ കൊട്ടാരം വിട്ടു പോകാനായിട്ട് പ്രേരിപ്പിച്ച ഘടകം എന്നാണ് പറയുന്നത്. ഈ കാഴ്ചകൾ ജീവിതത്തിന് ഇത്രയേ അർത്ഥമുള്ളൂ. ഇതാണോ ജീവിതം? എങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? ജീവിതത്തിന് ഇതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് അന്വേഷിച്ച് തിരഞ്ഞു പോയ ചരിത്രത്തിന്റെ സത്യാന്വേഷിയായിരുന്നു ശ്രീബുദ്ധൻ.
അങ്ങനെയുള്ള ഒരു ജരാരുജാമൃതികളൊന്നും ആരെ ബാധിക്കുന്നില്ല? ഗുരുവിനെ ഇപ്പോഴും ബാധിക്കുന്നില്ല. യശോ നിർവാണത്തെ അടഞ്ഞ ഗുരുവാണ്. അവിടെ തന്നെ സഹോദരൻ അയ്യപ്പൻ പറയുന്ന പോലെ കൃപയും ജ്ഞാനവും ഫലിതവുമേകുന്ന ഒരു വ്യക്തിത്വം അല്ലെ. നാരായണ ഗുരുദേവന്റെ ജ്ഞാനത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നാരായണ ഗുരുദേവന്റെ കൃപയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഗുരുദേവൻ നല്ല നർമ്മം പറയുന്ന ആളാണ് എന്നുള്ളത് ഗുരുദേവന്റെ അവസരോക്തികൾ വായിച്ചു നോക്കുമ്പോഴാണ് നമ്മൾ അറിയാം. വളരെ ഫലിതവാണി പറയാൻ നല്ല സമർത്ഥനായിരുന്നു. പല കാര്യങ്ങളിലും അങ്ങനെയായിരുന്നു. കാരണം ഗുരുവിന്റെ എത്രയെത്ര ആധ്യാത്മികമായിരിക്കുന്ന, ഈശ്വരീയമായിരിക്കുന്ന, ദൈവികമായിരിക്കുന്ന കാര്യങ്ങള് ഗുരു പറയുമ്പോഴും എഴുതുമ്പോഴും ചിന്തിപ്പിക്കുമ്പോഴും ഒക്കെ ഗുരുദേവന്റെ യുക്തിചിന്ത അതങ്ങനെ തന്നെ ഭാസുരമായി തിളങ്ങിയിരുന്നു. യുക്തിഹീനമായ ഒരു കാര്യങ്ങളെയും ഗുരു അംഗീകരിച്ചിരുന്നില്ല. ഗുരു അംഗീകരിക്കുന്ന എല്ലാറ്റിലും ഒരു യുക്തിഭദ്രത ഉണ്ടായിരുന്നു. ഒരിക്കൽ ഗുരു ഇതുപോലെ വിശ്രമിക്കുന്ന സമയത്താണ്, നിങ്ങൾ കേട്ട് കാണും, ഒരു വെളിച്ചപ്പാടുകൾ സാധാരണ ഓരോ വീട്ടിൽ വന്ന് തുള്ളി എന്തെങ്കിലുമൊക്കെ പറയും. നമ്മളതൊക്കെ ഇങ്ങനെ അമൃത് പോലെ കേട്ടു. അയ്യോ, കാരണം വെളിച്ചപ്പാട് കുറച്ചു നേരത്തേക്ക് ദേവനാണ്. വെളിച്ചപ്പാടിൽ സംസാരിക്കുന്നത് ദേവനോ ദേവിയോ ആണ്. അപ്പൊ ദേവി പറയുന്നതായിട്ടാണ് നമ്മൾ എടുക്കുക. ഇപ്പൊ ഗുരുദേവന്റെ മുന്നിൽ വന്ന് വെളിച്ചപ്പാട് തുള്ളി, ഗുരുദേവൻ ഇങ്ങനെ ഈ കോലാഹലം കണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തോന്ന് ഇത് എന്നുള്ള അർത്ഥത്തിലാണ് വെളിച്ചപ്പാടെന്ന് നോക്കുന്നത്. തുള്ളി മെതിക്കുന്നത് എന്തിന്? അപ്പൊ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് ഇങ്ങനെ കാണിക്കാനുള്ളതാണോ എന്നുള്ള ചെറിയൊരു കൗതുകത്തോട് കൂടിയിട്ടാണ് വെളിച്ചപ്പാടിനെ നോക്കുന്നത്. അപ്പൊ വെളിച്ചപ്പാട് ഗുരുദേവനോട് ചോദിക്കുകയാണ്, അത്ഭുതങ്ങൾ വല്ലത് കാണണോ എന്ന് ചോദിക്കുക. ഇങ്ങനെ കയ്യിലിരിക്കണ ആ അരിവാൾ ഇങ്ങനെ കുലുക്കിക്കൊണ്ട് സ്വതസിദ്ധമായിരിക്കുന്ന ഒരു വെളിച്ചപ്പാടിൻ്റെതായ ശൈലിയിൽ ഗുരുവിനോട് ചോദിക്കുകയാണ്, അത്ഭുതങ്ങൾ വല്ലത് കാണണം, പക്ഷെ എന്തെങ്കിലും നമ്മള് ദൈവമാണേ. അപ്പൊ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, വായിലെ പല്ലൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതായത് വായിലെ പല്ലുണ്ടായിരുന്നില്ല. അപ്പൊ വെളിച്ചപ്പാട് ഇത് കേട്ട വഴിക്കിനെ ഇങ്ങനെ പല്ലില്ലാത്ത മോണ കാട്ടി ഭയങ്കര ചിരി അങ്ങ് തുടങ്ങി. കാരണം അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാമെങ്കിൽ നമ്മുടെ കുഴപ്പങ്ങൾ മാറ്റാൻ കൊണ്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യത്തെ ബോധിപ്പിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. എല്ലാവരുടെയും ദീനം മാറ്റാമെങ്കിൽ സ്വയം എന്തുകൊണ്ട് മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ ആ യുക്തിഹീനതയെ നർമ്മത്തിലൂടെ ചോദിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും ഗുരുവിന്റെ ഈ ഒരു നർമ്മത്തെ ഗുരുവിന്റെ അവസരോക്തികൾ എടുത്ത് പഠിച്ചു നോക്കുമ്പോ അത് അറിയാൻ കഴിയും. ഇപ്പൊ സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആളുകളൊക്കെ ഗുരുവിന്റെ കൂടെ നടന്ന് ഇത് കണ്ടിട്ടുണ്ട്. ഓരോ കാര്യങ്ങളിലും ഗുരു എടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ ഗുരു പറയുന്ന വാചകങ്ങളില് വലിയൊരു അറിവും വലിയൊരു ജ്ഞാനവും നിഗൂഢമാക്കി വെച്ചുകൊണ്ടാണ് ഗുരു എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അത്രയും കൃപാലുത്വം, അത്രയും ജ്ഞാനസമ്പത്ത്, അത്രയും ഫലിതോക്തി ഗുരുവിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഗുരുവിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു സവിശേഷത കൂടിയായിരുന്നു. അങ്ങനെയുള്ള ഒരു ഗുരുദേവൻ തന്നെയാണ് ആത്മോപദേശ ശതകത്തിന്റെ മറ്റൊരിടത്ത് പറയുന്നത്, മരണവുമില്ല, ഉറപ്പുമില്ല, വാഴ്വും നരസുരരാതിയുമില്ല, നാമരൂപം മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളല്ലിതോർത്തിടേണം. മരണവുമില്ല, ഉറപ്പുമില്ല, വാഴ്വും നരസുരരാതിയുമില്ല, നാമരൂപം. ആത്മബോധത്തിന്റെ വേളയില് നമ്മൾ പരിശോധിക്കുമ്പോ ഇവിടെ മരണവുമില്ല, ഇവിടെ ജനനവുമില്ല. ഉറപ്പ് എന്ന് പറഞ്ഞാൽ ജനനം, ഇതൊന്നും തന്നെ ഇല്ല. ഇതിനുപരിയായി നിൽക്കുന്ന ഒരു സത്യത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് ഗുരു ശ്രമിച്ചത്. ആ ഒരു അവസ്ഥ ഗുരു ഏതൊരു അനുഭവത്തെയാണോ ഗുരു അനുഭവിച്ചിരുന്നത് അത് ഏകമായിട്ട് എനിക്ക് മാത്രം അനുഭവിച്ചാൽ മതി എന്നുള്ള സ്വാർത്ഥത ഗുരുവിൽ കാണാൻ കഴിയില്ല. അല്പം പോലും സ്വാർത്ഥത ഗുരുവിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതയിൽ ഒരു സ്വല്പം പോലും സ്വാർത്ഥതയില്ല. നമ്മൾക്ക് ഒരുപാട് സ്വാർത്ഥരാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആർജിച്ചത് നമുക്ക് വിട്ടുകൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ്. നമ്മളത് ഈ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികള് എന്തെങ്കിലും ഒരു നോട്ടൊക്കെ പഠിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു കുട്ടിക്ക് ഷെയർ ചെയ്യില്ല. അത്രയും സ്വാർത്ഥരാണ്. ആ കുട്ടി എന്നേക്കാൾ നന്നായി പഠിച്ചാലോ, ഇങ്ങനെയാ ചിന്തിക്കുന്നത്. അവൾ കൂടുതൽ മാർക്ക് മേടിച്ചാലോ, നമ്മൾ ഒന്നും തന്നെ നമ്മളിലേക്ക് അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള
കാര്യങ്ങള് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങൾ വെക്കുന്നവരാണ്. എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് പങ്കുവെക്കുമ്പോ ഗുരുദേവൻ അങ്ങനെയല്ല പങ്കുവെച്ചത്. ഗുരുവിന്റെ ഉള്ളില് ഉറഞ്ഞുകൂടിയ കൃപയുണ്ട്, ഗുരുവിന്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ അനുകമ്പയുണ്ട്. ആ അനുകമ്പയിൽ നിന്നാണ് ഗുരു ഓരോന്നും പങ്കുവെച്ചത്. താൻ ഏതൊരു അനുഭവത്തെയാണോ, താൻ ഏതൊരു അനുഭൂതിയാണോ ഒരു മഹാമലയുടെ ഒരു ഗുഹയിൽ ഇരുന്നു കൊണ്ട് അന്നപാനാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പ്രപഞ്ച രഹസ്യത്തെ കണ്ടാർത്തറിഞ്ഞത്, ആ അനുഭൂതി, ആ അനുഭവം മറ്റുള്ളവർക്കും ഉണ്ടാകണം, സഹജാതർക്ക് ഉണ്ടാകണം എന്ന കൃപ ഗുരുവിലുണ്ടായിരുന്നു. ആരും കഷ്ടപ്പെടരുത്. എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ആ കഷ്ടപ്പാടുകളെ എല്ലാം അതിജീവിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ മുന്നേറണം എന്ന ആഗ്രഹം ഗുരുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗുരുദേവ കൃതികളും ശ്രീനാരായണ ധർമ്മം പോലുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് എഴുതി തന്നത്. ഇത് വായിച്ചാ മതി, ഇതിരുന്ന് പഠിച്ചാ മതി. നമ്മൾ പറയണം, നിങ്ങളുടെ മക്കളുകളൊക്കെ എവിടെ അവരോട് പറയണം, ഇങ്ങനെയുള്ള ദിവസമൊക്കെ 1 മണിക്കൂറെങ്കിലും 9 മണി തൊട്ട് 3:30 വരെ വന്നിരിക്കേണ്ട, 1 മണിക്കൂറെങ്കിലും മോനെ അല്ലെങ്കിൽ മകളെ ഇവിടെ വന്നിരിക്കണം. ഇതിങ്ങനെ പോകണം. അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ജീവിതത്തില് ഇപ്പൊ അവരറിയില്ല, ഇപ്പൊ അവരറിയാതെ അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ അവരുടെ പല കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മള് ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഒരു അറിവിന്റെ ഭാഷയിൽ നമ്മളുടെ മക്കൾക്ക് ഒരു സംസ്കാരത്തെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവരെപ്പോഴെങ്കിലും ഒക്കെ കേട്ടോളും എന്ന് ചിന്തിക്കരുത്. നന്മയിലേക്ക് അങ്ങനെ ആരും സ്വാഭാവികമായി വരില്ല. നന്മയിലേക്ക് വരണമെങ്കിൽ ഒരു ചൂണ്ടല് നമ്മൾ ഇട്ട് കൊടുത്താലേ ഉണ്ടാവുള്ളൂ. തിന്മയിലേക്ക് പൊക്കോളും സ്വാഭാവികമായിട്ട്. അതാരും പറയണ്ട, ഞാൻ സ്വാഭാവികമായിട്ടും പോകും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഗുരുവിനോട് ചേർത്ത് നിർത്തണമെങ്കിൽ ഒരു നിർബന്ധം ആദ്യം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ഷണം ആദ്യം ആവശ്യമുണ്ട്. അവരോട് പറയണം, ഇത്തിരി നേരമെങ്കിലും ഇങ്ങനെ വന്നിരിക്കണം. അതിനാ സർക്കാർ പോലും നമുക്ക് അവധി തന്നത്. ഈ അവധി നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് സിനിമ കണ്ടും അല്ലെങ്കിൽ മൊബൈല് നോക്കിയിരിക്കാനല്ല, അല്ലെ? നമ്മൾക്ക് പ്രാദേശികമായിരിക്കുന്ന ഇത്തരം അവധികൾ തരുന്നത് അങ്ങനെ ആഘോഷിക്കാനല്ല. ഒരു മഹാപുരുഷന്റെ പേരില് ഒരു അവധി തരുമ്പോ ആ മഹാപുരുഷന്റെ കൃപയെ അല്ലെങ്കിൽ ആ മഹാപുരുഷൻ ലോകത്തിന് കാഴ്ചവെച്ച സംഗതികളെ അവര് കേൾക്കട്ടെ. ജീവിതത്തിന് അങ്ങനെ ഒരു തലമുണ്ടെന്ന് അവരും അറിയട്ടെ. അവര് നേരത്തെ തന്നെ ഇത് കേട്ടു തുടങ്ങട്ടെ. എല്ലാം കഴിഞ്ഞ് കേട്ടിട്ട് എന്താ കാര്യം, അല്ലേ? ആദ്യമേ കേൾക്കണം. ആദ്യമേ കേട്ട് കഴിഞ്ഞാല് മറ്റുള്ളവർക്കും കുറെയൊക്കെ അത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കഴിയും. അതൊരു സംസ്കാരമായിട്ട് മാറും. അത് യുവാക്കളുടെ ഇടയിൽ വേരൂടുന്ന സംസ്കാരമായിട്ട് മാറും. ഇവിടെയൊക്കെ ഒരുപാട് ഭേദമാണ് കേട്ടോ. ഇവിടെയൊക്കെ കുട്ടികള്, ഇപ്പൊ ഇവിടുത്തെ യൂത്ത് മൂവ്മെന്റ് കുട്ടികളൊക്കെ നല്ല ചുറുചുറുക്കോട് കൂടി ഇവിടെയുള്ള ഓരോന്നിനും നേതൃത്വം കൊടുക്കുന്നവരാണ്. പക്ഷെ ഇനിയും ഉണ്ട്, നമ്മുടെ വീട്ടിൽ നോക്കിയാൽ അറിയാം, ഇനിയുണ്ട് ഇതിലൊന്നും ഭാഗവാക്കാവാതെ ഇരിക്കുന്ന കുറെ പേരുണ്ട്. ഞങ്ങള് ഒന്നും ഇപ്പൊ വേണ്ടതല്ല, അല്ലെ? അവര് പറയുന്ന അങ്ങനെയാണ്, ഇതൊന്നും ഇപ്പൊ വേണ്ടതല്ല, ഇതൊക്കെ ഇങ്ങനെ കൈയും കാലും കാണിക്കാൻ പറ്റാണ്ടാവുമ്പോ പോയി നിന്ന് കേൾക്കാം, സമയം പോക്കിനൊരു വഴിയായി എന്ന് വിചാരിക്കുന്ന പലപ്പോഴും ഗുരുദേവ ദർശനങ്ങളെ കുറിച്ചാകട്ടെ ആധ്യാത്മികതയെ കുറിച്ചാകട്ടെ പൊതുവിലുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഒരു എല്ലാവർക്കും ഉപദ്രവം ആകുന്ന ഒരു കാലത്ത് കേൾക്കാൻ പറ്റിയ ഒരു സംഗതി, അത്ര നേരെയെങ്കിലും വീട്ടുകാർക്ക് ശല്യം മാറി കിട്ടുമല്ലോ ഇവിടെ വന്നിരുന്നാല് എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയല്ല ഇതിനുള്ളത്. ഗുരുദേവ അങ്ങനെയല്ല അത് പറഞ്ഞു തന്നിരിക്കുന്നത്. ഗുരു അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഉള്ളില് ചെറുപ്പത്തിലേ ഉണ്ടാക്കി വരുന്ന ചില സംസ്കാരങ്ങളുണ്ട്, ചില മാനവ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളൊക്കെ എങ്ങനെയാ കിട്ടുന്നത്? ആ മൂല്യങ്ങൾ കിട്ടുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ, ഇത്തരത്തിലുള്ള ഇടങ്ങൾ. നിരന്തരമായി ഓരോ വിധമായ പരിപാടികൾ നടക്കുന്ന ഒരു ശാഖയാണ് മറിയപ്പള്ളി ശാഖ എന്ന് പറയുന്നത്. എപ്പോഴും ഏതേത് കാര്യങ്ങൾ ഗുരുവിന്റെ നാമധേയത്തിൽ ആചരിക്കപ്പെടേണ്ടതുണ്ടോ അതൊക്കെ വളരെ കൃത്യമായി
ആലോചിച്ച് തീർപ്പാക്കി നടപ്പാക്കുന്ന ഒരു ശാഖയാണ്. വലിയ ആ കാര്യത്തിലൊക്കെ ഈ ഒരു ശാഖയെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ അഭിമാനവും ചാരിതാർത്ഥ്യവും തോന്നാറുണ്ട്. ഒരു ഗുരുധർമ്മ പ്രചാരക അല്ലെങ്കിൽ ഗുരുവിന്റെ ഒരു സത്യത്തെ അല്ലെങ്കിൽ പരിചയിപ്പിക്കാൻ നടക്കുന്ന ഒരാള് എന്ന നിലയിൽ ഇങ്ങനെയുള്ള ശാഖകളൊക്കെ നമുക്ക് അഭിമാനമാണ്. ഒരു ആഘോഷങ്ങൾ പോലും അല്ലെങ്കിൽ ഗുരുവിന്റെ നാമധേയത്തിൽ നടക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ തുടരെ അതുകൊണ്ട് ലൈവാണ് എപ്പോഴും. എല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മളുടെ പങ്കാളിത്തം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഗുരു ഇങ്ങനെയുള്ള ഗുരുദേവ കൃതികൾ അല്ലെങ്കിൽ ഗുരുവിന് പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ എന്തിനാ? ഗുരുവിന് പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ടായില്ല. ഗുരുവിനെ പ്രാർത്ഥിച്ചിട്ടും ഗുരുവിനൊന്നും കിട്ടാനില്ല. ഗുരുവിനോട് എന്നെ പ്രാർത്ഥിക്കണം കേട്ടോ, എന്നാലും എനിക്ക് വലിയ ഭഗവാനായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ഒരു സാക്ഷ്യം ഗുരുവിനില്ല അല്ലെ? അയ്യോ ഗുരുദേവനെ, നമ്മൾ ചില ആളുകൾ പറയും ഗുരുദേവന് ആരും ഇല്ലല്ലോ, അങ്ങനെ വിചാരിക്കണ്ട. ഗുരുദേവന് ആരെയും വേണ്ട, നമുക്കാണ് വേണ്ടത്. നമ്മുടെ സംസ്കാരത്തിലാണ് മാറ്റം വരേണ്ടത്, നമ്മളാണ് അങ്ങനെ ചിന്തിക്കേണ്ടുന്നത്. അപ്പൊ അത്തരത്തില് നമ്മൾ നോക്കുമ്പോ ഭക്തി കാവ്യങ്ങളാണെങ്കിലും നമ്മളുടെ സാമൂഹ്യമായിരിക്കുന്ന നീതിബോധത്തെ ഉറപ്പാക്കുന്ന കാവ്യങ്ങളാണെങ്കിലും ദാർശനികമായിരിക്കുന്ന കാവ്യങ്ങളാണെങ്കിലും ഒക്കെ ഗുരു എഴുതി തന്നിട്ടുള്ളത് ആ ഒരു അറിവിൽ നിന്നുകൊണ്ടാണ്. ഭക്തി ദർശനത്തെ കുറിച്ച് പറയുമ്പോഴും ഭക്തി ആത്മാനുസന്ധാനം അല്ലെ? ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഒരിടത്ത് നാരദ മഹർഷി ഭക്തിക്ക് കൊടുക്കുന്ന നിർവചനം സാ ഭക്തി പരമ പ്രേമരൂപ എന്നാണ്. ഭക്തിയെ കുറിച്ച് പുസ്തകം എഴുതിയ ആധികാരികമായ ഗ്രന്ഥം എഴുതിയ മഹർഷിയാണ് നാരദ മഹർഷി. നമുക്ക് നാരദ മഹർഷി എന്ന് അറിയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കളസാ കുളസ കൂട്ടിക്കൊടുക്കുന്ന ഒരാള് എന്നുള്ള നിലയ്ക്കാണ് അല്ലെ? നാരദ വന്നിട്ട് എന്നാ പറയാ. നമ്മുടെ ഇടയ്ക്ക് തന്നെ ഇച്ചിരി പരദൂഷണം ഇച്ചിരി ഏഷണിയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്നത് നാരദൻ എന്നാണ്. പക്ഷെ നാരദൻ അങ്ങനെയല്ല. നാരദനെ നമ്മൾ പഠിക്കുമ്പോ നാരദ മഹർഷിയാണ് ഭക്തിയെ കുറിച്ച് ഏറ്റവും നല്ല ഗ്രന്ഥം ഈ ഭാരതത്തിന് സമ്മാനിച്ചത് നാരദ മഹർഷിയാണ്. ഭക്തി സൂത്രങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെ എന്താണ് ഭക്തി എന്ന് ചോദിക്കുമ്പോൾ നാരദ മഹർഷി ആദ്യം തന്നെ പറയുന്നത് സാ ഭക്തി പരമ പ്രേമരൂപ. ഭഗവാനോടുള്ള പരമമായ പ്രേമമാണ് ഭക്തി. ഒരു കാമുകി ഒരു കാമുകനെ ഒരു നിമിഷം പോലും ഇടവിടാതെ അവളുടെ സ്മൃതി പഥത്തിൽ നിലനിർത്തുന്നത് കണക്കെ. നമ്മൾ സാധാരണ ലോകത്തില് നമ്മൾ കാണാറില്ലേ, സ്നേഹിക്കുന്ന ആളുകള് പരസ്പരം ആലോചിച്ചിരിക്കുന്നത്, പരസ്പരം ഓർത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു തൈലധാര കണക്കെയാണ്. ആ ധാരയ്ക്ക് അല്പം പോലും മുറിവില്ല. ഒരു കുപ്പിയിൽ നിന്ന് വേറൊരു കുപ്പിയിലേക്ക് എണ്ണ പടർത്തുന്നത് പോലെ. എണ്ണ പടർത്തി എന്താ വിശേഷം എന്ന് ചോദിച്ചാല് എണ്ണ ഇങ്ങനെ മുറിഞ്ഞല്ല വീഴുക. പച്ചവെള്ളം പകർത്തണ പോലെയല്ല എണ്ണ പകർത്തിയാ സംഭവിക്കുക. അവസാന തുള്ളി വീഴുന്നത് വരെയും അതിനെന്തുണ്ട്? ഒരു തൈലധാര കണക്കെയുള്ള ഒരു സ്വഭാവമുണ്ട്. അതുപോലെയാണ് സ്നേഹം. ഈ സംസ്കൃതത്തില് എണ്ണയ്ക്കുള്ള വാക്ക് തന്നെ സ്നേഹം എന്നാണ് കേട്ടോ. എണ്ണയെ പറയുക സ്നേഹം എന്നാ. സ്നേഹം എന്നുള്ള വാക്ക് എണ്ണ. അത് വളരെ അർത്ഥവത്താണ്. കാരണം എണ്ണയ്ക്ക് ഒരു പശയുണ്ട്, ഒരു പശിമയുണ്ട്. എണ്ണയിൽ തൊട്ടാലൊന്ന് ഒട്ടും. സ്നേഹത്തിന്റെ സ്വഭാവം അങ്ങനെയല്ലേ, അത് ഒട്ടിപ്പിടിക്കുന്നതാ. എവിടെയൊക്കെ നമ്മള് ആരോടെല്ലാം സ്നേഹം കൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നുണ്ടോ അതിലൊക്കെ ഒരു പശിമയുണ്ട്. പെട്ടെന്ന് തന്നെ വിട്ടു പോവില്ലേ. അത് പച്ചവെള്ളം കണക്കെയല്ല, അത് എണ്ണ കണക്കെയാണ്. അത് ഒന്ന് അള്ളിപ്പിടിക്കും. ഞാൻ വിട്ടുപോണോ എന്നതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതാണ് എണ്ണ പോലുള്ള സ്നേഹത്തിന്റെ മുഗ്ധാവസ്ഥ. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനോട്, അതൊരു സാധാരണ വ്യക്തി, രണ്ട് വ്യക്തികൾ തമ്മിൽ ഇടവിടാതെ ഓർത്തുകൊണ്ടിരിക്കുന്ന പ്രേമം, അതിനേക്കാളൊക്കെ 10 മടങ്ങ് 100 മടങ്ങ് വ്യത്യസ്തമാണ് ഒരു ഭക്തന് ഭഗവാനോടുള്ള പ്രേമം എന്ന് പറയാം. രണ്ട് വ്യത്യാസമുണ്ട്. ഭഗവാനോടുള്ള പ്രേമം നമ്മുടെ ഉള്ളിൽ അനുനിമിഷം ആനന്ദത്തെ ഉണ്ടാക്കും. പക്ഷെ വ്യക്തി ജീവിതത്തിലെ പ്രേമം അങ്ങനെയല്ല, ആകുലതകളെയാണ് ഉണ്ടാക്കുക. ഇതെനിക്ക് നഷ്ടപ്പെടൂ, ഈ വ്യക്തി എനിക്ക് നഷ്ടപ്പെടൂ, ഞാൻ സ്നേഹിച്ചു വരികയായിരുന്നു, അപ്പോഴേക്ക് കൈവിട്ടു പോവോ എന്നുള്ള ആകുലത ഈ ഒരു പ്രേമത്തിന് എപ്പോഴും തടസ്സമായി നിൽക്കുമ്പോൾ, ഭഗവാനെ നമ്മൾ പ്രേമിക്കുമ്പോഴോ ഭഗവാനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴോ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും
കബീർ പറയും, നിങ്ങൾ ഈശ്വരനിലേക്ക് ഒരടി വെക്കൂ, ഈശ്വരൻ നിങ്ങളിലേക്ക് 100 അടി വെക്കൂ. ഗുരുവിനെ പ്രേമിച്ച അങ്ങനെയാ. നമ്മൾ ഒരിക്കലും സാധാരണ വ്യക്തികളിൽ നിന്ന് ആ സ്നേഹം തിരിച്ചു കിട്ടില്ല. ഒരടി നമ്മൾ ഒരു വ്യക്തിയിലേക്ക് വെച്ചാൽ 100 അടി ഒന്നും ഇങ്ങോട്ട് വെക്കുന്ന വ്യക്തികളില്ല. പക്ഷെ ഈശ്വരൻ അങ്ങനെയല്ല. നമ്മൾ ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ഓടി വരും എന്നാണ്. അപ്പൊ പ്രേമം എന്ന് പറയുന്നത് അഗാധമായിരിക്കുന്ന നൈരന്തര്യത, അഗാധമായിരിക്കുന്ന ധ്യാനപരായണത്വം ആരോട് വേണം? ഭഗവാനോട് വേണം. ഭഗവാനെ ഇഷ്ടപ്പെടണം, ഭഗവാനെ പ്രേമിക്കണം. എന്തുണ്ടെങ്കിലും ഗുരുവിനോട് പറയണം. ആരുമില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. എനിക്ക് ആരുമില്ല എന്ന് ഒരിക്കലും നമ്മൾ പറയരുത്. അത് ആര് വേണേലും പറഞ്ഞോട്ടെ. കാരണം നമുക്ക് എല്ലാമായ ഗുരു ഉണ്ട്. ആ എല്ലാമായ ഗുരു ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ അതിനെ മറന്നുകൊണ്ട് പറയരുത് എനിക്ക് ആരുമില്ല. അതൊരു വലിയ നന്ദികേടാണ്, അതൊരു വലിയ കൃതജ്ഞതയാണ്. ആ കൃതജ്ഞത നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ പാടില്ല. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് ഗുരു ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തില് എത്ര വിഷമങ്ങൾ വന്നാലും, എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര പോരായ്മകൾ വന്നാലും അതൊക്കെ ഗുരുവിനോട് പറയുക. എനിക്ക് സംവദിക്കാൻ, എനിക്ക് പറയുവാനായി, എനിക്ക് കൂട്ടുകൂടാനായി, എനിക്ക് സഹായം അഭ്യർത്ഥിക്കുവാനായി ഒരാളുണ്ട് എന്ന ബോധം. അതുകൊണ്ടാണ് നമുക്ക് ത്വമേവ മാതാച്ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വേദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ആരതി നടത്തുമ്പോ പാടാനുള്ളതല്ല, എപ്പോഴും ഓർക്കണം. എന്താണ്? ത്വമേവ മാതാച്ച പിതാ ത്വമേവ. ഗുരുദേവ് അങ്ങനെ പറഞ്ഞില്ലേ, മാതാവുമില്ല അവിടെയൊന്നു പിതാവുമില്ല, എൻ താതൻ വളർത്തിയവനാണ് ഇവൻ ശംഭു. യഥാർത്ഥ അച്ഛനും അമ്മയും പിണ്ടനന്ദിയിൽ ഗുരു കാണിച്ചു തരുന്നുണ്ട്. ആരാ യഥാർത്ഥത്തിലുള്ള അച്ഛനും അമ്മയും? ഈശ്വരനാണ്. ഇപ്പൊ നമ്മൾ വിളിക്കുന്ന അച്ഛനും അമ്മയും അത് വളർത്തച്ഛനും വളർത്തമ്മയാണ്. ഈശ്വരൻ നോക്കാൻ ഏൽപ്പിച്ചതാണ്, നന്നായി നോക്കി കൊടുക്കുക. കുട്ടികളെയൊക്കെ തരുമ്പോഴേ എങ്ങനെയുണ്ട് നിന്റെ പാരന്റിങ്, എങ്ങനെയുണ്ട് നിന്റെ വളർത്തുകല എന്നൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏൽപ്പിക്കുന്ന മുതലുകളെയാണ് നമ്മൾ നശിപ്പിച്ച് താറാണക്കല്ലാക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു വളർത്തു കല കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഗുരുദേവൻ പിണ്ടനന്ദി എന്ന് പറയുന്ന ഒരു കൃതി തന്നെ എഴുതി തന്നിരിക്കുന്നത്. കൃതജ്ഞമാകരുത്, ഒട്ടും തന്നെ ആവരുത്. അവിടെയൊക്കെ നമ്മൾ പറയണം ത്വമേവ മാതാച്ച പിതാത്വമേവ. നീയാണ് എന്റെ മാതാവ്, നീയാണ് എന്റെ പിതാവ്, നീയാണ് എന്റെ സഖാവ്. സഖാവിന്റെ പ്രത്യേകത എന്താ? അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒന്നും പറയാൻ കഴിയാത്തത് സഖാവിനോട് പറയാൻ കഴിയും, അല്ലെ? ഇപ്പൊ നമ്മള് ലാൽ സലാം സഖാവ് എന്നൊക്കെ പറയണതിന് എത്രയോ മുമ്പാണ് ഈ സഖാവ് ഈ മന്ത്രത്തിലിരിക്കുന്നത് എന്ന് നോക്കും. അപ്പൊ സഖാവിന്റെ ഒക്കെ ചരിത്രം നല്ല പഴക്കുണ്ട്. ത്വമേവ സഖാത്വമേവ, നീ എന്റെ സഖാവാണ് എന്ന് പറഞ്ഞാൽ, കോംറേഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഉള്ളിലെ കാര്യങ്ങള് എപ്പോഴും പറയാവുന്ന, തുറന്നു പറയാവുന്ന ഒരു വ്യക്തിയായിട്ട് ഗുരുവിനെ കാണണം. ത്വമേവ വിദ്യ, ഗുരു തന്നെയാണ് ഏറ്റവും വലിയ അറിവ് എന്നറിയണം. ഗുരു തന്നെയാണ് ഏറ്റവും വലിയ ദ്രവ്യം എന്നറിയണം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ? ധനം. വിദ്യാധനം സർവധനാത് പ്രധാനം എന്ന് പറയില്ലേ? മറ്റേതൊരു ധനത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് വിദ്യയാകുന്ന ധനം. കാരണം എന്താ? നച രാജഭാരം നച ചോരഹാര്യം. കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. എന്താ ഈ വിദ്യാധനത്തിന്റെ പ്രത്യേകത? രാജഭാരം ഇല്ല, ടാക്സ് കൊടുക്കണ്ട. അമ്മ എത്ര അറിവ് പറഞ്ഞാലും ഇൻകം ടാക്സ് വരില്ല. വേറെ എന്ത് നമ്മൾ സ്വരുക്കൂട്ടി വെച്ചാലും മാർച്ച് മാസത്തിൽ IT റിട്ടേൺ ചെയ്യണം, ഇൻകം ടാക്സ് അടയ്ക്കണം. നമ്മൾ എത്ര ലക്ഷം വന്നു പോയി എന്ന് അറിയിക്കണം. ഇപ്പൊ രാജഭാരം ഇല്ല. ഏതില്? വിദ്യയില്. രാജഭാരം. എത്ര നിങ്ങള് മേധയിലേക്ക് എല്ലാം അറിഞ്ഞു വെച്ചോളൂ, ഒരു നികുതി അടയ്ക്കണ്ട. അതിന് ആലോചിച്ചു. മറ്റത് നമ്മൾക്ക് 10 ലക്ഷം രൂപ കയ്യിൽ വന്നാൽ പേടി, എന്തെങ്കിലും ഭൂമി ആക്കിയിട്ടില്ലെങ്കിൽ അപ്പൊ അത് ഇൻകം ടാക്സ് കൊണ്ടുപോകും എന്ന് പറയും.
ആ പേടി പേടിക്കണ്ട. ദർശനമാല മുഴുവൻ പഠിച്ചോളൂ കാണാതെ, ഒരു നികുതി അടയ്ക്കണ്ട. അതാണ് വിദ്യയുടെ പ്രത്യേകത. എന്നുവെച്ചാൽ രാജഭാരം, എന്നുവെച്ചാൽ ചോരകാര്യം. ഇനിയോ ഒട്ടും പേടിക്കാതെ കിടന്നുറങ്ങാം, കള്ളം വന്ന് കൊണ്ടുപോയില്ല. ചോരകാര്യം എന്നുവെച്ചാൽ ചോരകാര്യം എന്നാണ്. എന്താണ്? കള്ളന്മാര് വന്ന് മോഷ്ടിച്ചു, ബാക്കി എല്ലാം നിങ്ങളുടെ ഉറക്കം കെടുത്തുമെങ്കിൽ വിദ്യ നിങ്ങളുടെ ഉറക്കം കെടുത്തില്ല, അറിവ് നിങ്ങളുടെ ഉറക്കം കെടുത്തില്ല. ഒരു കള്ളനും അപഹരിക്കാൻ പറ്റുന്നതല്ല അത്. വിദ്യാധനത്തിന്റെ പ്രത്യേകത അതാണ്. എന്നിട്ട് പറയാണ് വ്യയേ കൃതേ വർദ്ധനയേവ നിത്യം. വ്യയേ കൃതേ വർദ്ധനയേവ നിത്യം. ഇനി വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ നമ്മളുടെ ധനമൊക്കെ ചെലവ് ചെയ്യുന്തോറും തീർന്നു പോണതാ അല്ലേ? 500 രൂപയായിട്ട് ശകയെ വന്നത് തിരിച്ചു പോയപ്പോ 50 രൂപയേ ഉള്ളൂ, തീർന്നു പോവും. വ്യയം ചെയ്യുന്തോറും തീർന്നു പോകുന്നതാണ് നമ്മൾ കാണുന്ന എല്ലാ ധനവും അങ്ങനെ തന്നെ. പക്ഷെ വിദ്യാധനം അങ്ങനെയല്ല. വ്യയേ കൃതേ വർദ്ധതയേവ നിത്യം. വ്യയം ചെയ്യുന്തോറും വർദ്ധിച്ചു വരും. ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇത്രയും പറയുമ്പോ എന്റെ കയ്യിൽ തീർന്നു പോവുകയല്ല ചെയ്യുന്നത്, പറഞ്ഞതിന്റെ പേരിൽ പുതിയ ആശയം ഉണ്ടാവുക ചെയ്യുന്നത്. എന്താണ്? അറിവ് പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. ഇതേ ശ്ലോകം എടുത്തിട്ട് വേറൊരു സദസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെയല്ല വ്യാഖ്യാനം വരിക, അത് വർദ്ധിക്കുക. വേറൊരു ആശയം നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഇതിനെ ഇങ്ങനെ പറയൂ, ഇങ്ങനെ പരിചയപ്പെടുത്തൂ എന്ന് ഗുരു നമ്മളോട് ഇങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വിദ്യ. വ്യയേ കൃതേ വർദ്ധതയേവ നിത്യം. ഈ വ്യയം ചെയ്യുന്തോറും എന്താണ്? ചെലവഴിക്കും തോറും വർദ്ധിക്കുന്നതായതുകൊണ്ടും വിദ്യാധനം സർവധനാത് പ്രധാനം. വിദ്യയാകുന്ന ധനം എല്ലാ ധനങ്ങളിലും വെച്ച് വിശിഷ്ടമായതാണ് എന്നാണ്. അപ്പൊ ആ ധനവും ആരാണ്? ഗുരുവാണ്. ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. നീയാണ് എന്റെ എല്ലാം എന്ന് അറിയുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ദുഃഖിക്കില്ല. ജീവിതത്തിൽ അവൻ ഒരിക്കലും പരാതികൾ പറയില്ല. ജീവിതത്തിൽ അവൻ ഒരിക്കലും പറയില്ല എനിക്ക് ആരുമില്ല. അവൻ വളരെ സമ്പന്നനായിട്ട് അവനൊരു ചക്രവർത്തിയെ പോലെ എല്ലാ ഇല്ലായ്മകളിലും ഒരു ചക്രവർത്തിയെ പോലെ അവന് ജീവിക്കാൻ കഴിയും. ഇതാർക്കും അങ്ങനെ പറ്റുന്നത്? ഗുരുലാഭമുള്ളവർക്ക് മാത്രം കഴിയുന്ന ഒന്നാണ്, അല്ലാത്തവർക്ക് ഇല്ല. അല്ലാത്തവർക്ക് ആചാര്യസ്വാമികൾ പറഞ്ഞ പോലെ വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാര വൃത്തേഷു സക്തസ്തഥാപി ഗുരോരംഘ്രി പത്നി മനശ്ചേന ലഗ്നം തദക്കിം 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 തദക്കിം. വിദേശേഷു മാന്യ, വലിയ മാന്യനാ, വലിയ പുള്ളിയാ, ജെന്റിൽമാനാണ്. സ്വദേശേഷു ധന്യ, നാട്ടിലും വലിയ അറിയപ്പെടുന്ന ആളാണ്, മറുനാട്ടിലും വലിയ അറിയപ്പെടുന്ന ആളാണ്. വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാര വൃത്തേഷു സക്തസ്തഥാപി. കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട് ആരുണ്ട്? ഇഷ്ടംപോലെ സൗഹൃദങ്ങളുണ്ട്, സഖാക്കളുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ആചാര്യസ്വാമികൾ പറയാണ് ഗുരോരംഘ്രി പത്മേ മനശ്ചേന ലഗ്നം. ഒരു ഗുരുവിന്റെ പാദപത്മത്തിൽ, ഒരു മഹാഗുരുവിന്റെ തൃച്ചേവടികളിൽ, ഒരു മഹാഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ കുഞ്ഞെ നിന്റെ മനസ്സ് ലീനമായിട്ടില്ല എങ്കിൽ, നിന്റെ മനസ്സ് ഉടക്കിയിട്ടില്ല എങ്കിൽ തതക്കിം 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 തതക്കിം. പിന്നെ എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം. ഇതാണ് ഗുരുലാഭത്തെ കുറിച്ച് പറയുന്നത്. നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഗുരുവിനെ മാറ്റി വെച്ചിട്ടാണ് സമ്പത്തുകൾ ഉണ്ടായതെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏകദേശം ദുഃഖത്തിലൂടെയായിരിക്കും. പക്ഷെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും ഗുരുലാഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, സദ്ഗുരുലാഭം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരു ചക്രവർത്തിയെ പോലെ ജീവിക്കും. അതുകൊണ്ടാണ് ഭാരതത്തിൽ എപ്പോഴും ഈ വലിയ രാജാക്കന്മാര്, വലിയ ഖജനാവ് സൂക്ഷിപ്പുകാരുടെ ഉടമകളായിരിക്കുന്ന ചക്രവർത്തി പട്ടമുള്ളവര്, രാജ്യം തന്നെ അധീനതയിൽ വെച്ച രാജാക്കന്മാര് പോലും
ഒരു മരച്ചുവട്ടില് ഒരു കാവ്യമുണ്ടെടുത്ത് ഒരു ജീർണിച്ച സന്യാസി ധ്യാനിച്ചിരിക്കുന്നത് കാണുമ്പോ രഥം നിർത്തി ഇറങ്ങിക്കൊണ്ട് ആ സന്യാസിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന കാഴ്ച ഭാരതത്തിൽ കാണാം. എന്തുകൊണ്ടത്? ചക്രവർത്തിക്ക് അറിയാം, ഇത്രയധികം ധാന്യങ്ങൾ സ്വരുക്കൂട്ടിയ എനിക്കില്ലാത്ത സമാധി, എനിക്കില്ലാത്ത സമാധാനം, എനിക്കില്ലാത്ത സന്തോഷം ഈ ഒറ്റ കൊണ്ടുകൊടുത്തിരിക്കണ മൂപ്പിലാനുണ്ട് എന്നുള്ള കാര്യം. അവിടെയാണ് നമസ്കരിക്കുന്നത്. ഇതെന്റെ പണത്തിന് നേടാൻ കഴിയുന്നതല്ല, ഇത് ഞാൻ സ്വരുക്കൂട്ടിയ സ്വത്ത് കൊണ്ട് എനിക്ക് ആർജിക്കാവുന്നതല്ല. ഞാൻ എത്ര കണ്ട് സ്വത്ത് ഉണ്ടാക്കിയാലും അവിടെ അതുകൊണ്ടൊന്നും പോയി എനിക്ക് ലുലുമാളിൽ പോയി വാങ്ങിക്കാൻ കഴിയുന്നതല്ല. 1 കിലോ സന്തോഷം തരാമോ? അവിടെ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും അവിടെ ഉണ്ട്, പക്ഷെ സന്തോഷത്തിന്റെ പാക്കറ്റ് കാണില്ല, സമാധാനത്തിന്റെ പാക്കറ്റ് കാണില്ല. അതൊക്കെ തപ്പിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് നടന്നു കഴിഞ്ഞാല് നമ്മൾക്ക് നിരാശയായിരിക്കും ഫലം. അതെവിടെന്നാ കിട്ടുക? അതിനുള്ളതാണ് ബ്രഹ്മവിദ്യ. ആ വിദ്യയിലേക്ക് പ്രവേശിക്കുന്നതിനാണ് ഗുരുദേവൻ ഈ ഭക്തിയെ കുറിച്ച് പറഞ്ഞത്. അതിനാദ്യം ഭഗവാനോടൊരു ഇഷ്ടം ഉണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങള് പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മളെപ്പോഴും ചോദിക്കുമല്ലോ, അച്ഛനെയാണോ ഇഷ്ടം, അമ്മേനെയാണോ ഇഷ്ടം, ചേട്ടനെയാണോ ഇഷ്ടം, ചേച്ചിനെയാണോ ഇഷ്ടം, അനിയനെയാണോ ഇഷ്ടം, അനിയത്തിനെയാണോ, ഗുരുവിനെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊന്നും നമ്മുടെ ഗണനയിലില്ല. അതൊക്കെ പിന്നെ അതൊക്കെ വയസ്സാവട്ടെ, അമ്മേനെ പോലെ വയസ്സാവട്ടെ, അപ്പൊ നമുക്ക് ചോദിക്കാൻ പറയും. അങ്ങനെയല്ല, ഗുരുവിനെയും ഈ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു അംഗമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഗുരുവിനെയും പരിചയപ്പെടുത്തണം. നിങ്ങൾ അന്യമല്ല. ചിത്രത്തിലിരിക്കുന്ന ആ തിരുമൊഴി അല്ലെങ്കിൽ ആ തിരുസ്വരൂപം നമ്മളിൽ നിന്ന് അന്യമല്ല. നമ്മളെപ്പോലെ തന്നെ ഒരു കുടുംബാംഗമാണ് ഗുരു എന്ന നിലയ്ക്ക് ഗുരുവിനോടൊരു പ്രേമം. സ്കൂളിലേക്ക് പോവാൻ നിൽക്കുമ്പോ അമ്മേ ഞാൻ പോവാട്ടോ എന്ന് പറയുമ്പോ ഗുരുവിനോട് പറഞ്ഞോ എന്ന് ചോദിച്ചേക്കണം. ഒറ്റ ചോദ്യം മതി, ജീവിതകാലം മുഴുവൻ അവന്റെ മനസ്സിൽ അത് കിടക്കും. ഗുരുവിനോട് മോൻ പറഞ്ഞോ പോവാണ് എന്ന്? അത് അവന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന വാസനയുടെ ഒരു സംസ്കാരമുണ്ട്. അതൊരു പുതിയ ബീജാവാപമാണ്. ഞാൻ എവിടെ പോകാൻ നിൽക്കുമ്പോഴും ഗുരുവിനോടും കൂടി യാത്ര പറഞ്ഞിറങ്ങണം എന്നൊരു സംസ്കാരം. ഒറ്റ വട്ടം നിങ്ങൾ ചോദിച്ചാൽ മതി, ആ കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് അത് പോവില്ല. ചോദിക്കേണ്ട കാലത്ത്, ചോദിക്കേണ്ട വേളയിൽ, ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം എന്ന് മാത്രം. വടിയെടുത്ത് കൈപ്പിടിച്ച് ചോദിക്കരുത്. പിന്നെ ഗുരുവിനെ കാണുമ്പോഴും കൊച്ചു ഞെട്ടാനുള്ള സാമഗ്രിയാണ് ഗുരുദേവൻ എന്ന് വിചാരിക്കുക. അതുകൊണ്ട് നിങ്ങൾ സമീപിക്കുന്നതിന്, നിങ്ങൾ വിദ്യ പ്രദാനം ചെയ്യുന്നതിന് നമ്മൾ എടുക്കേണ്ടുന്ന കുറച്ച് മുൻകരുതലുകളുണ്ട്, കുറച്ച് പ്രതിവിധികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു പ്രേമം, അങ്ങനെയുള്ള ഒരു ഉദാത്തമായിരിക്കുന്ന ഭാവം ഗുരുവിനോട് ഉണ്ടാക്കിയെടുക്കണം. അവിടെയാണ് ഗുരു ഭക്തി ദർശനത്തില്, ദർശനമാലയിൽ ഗുരു പറയും ഭക്തി ആരോടൊക്കെ വേണം? ജഗതസ്യ പിതരി സ്വസ്യ ഗുരോ പിതരി മാതരി സത്യസ്യ സ്ഥാപിതരി. ഗുരു പറയണ ആരോടൊക്കെയാണ് ഈ ലോകത്തില് എനിക്ക് ഭക്തി വേണ്ടത് ഗുരു എന്ന് ചോദിക്കുമ്പോ ഗുരു പറയാണ് ആദ്യത്തെ ഭക്തി ഈശ്വരനില്. ലോകസ്യ പിതരി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മാതാപിതാക്കള്, ജഗത്തിന്റെ മാതാപിതാക്കളുണ്ട് അല്ലെ. രഘുവംശത്തില് കാളിദാസൻ പാടിയ പോലെ വാഗർത്ഥാവിവ സംപൃക്തോ വാഗർത്ഥ പ്രതിപത്തയേ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരോ. എങ്ങനെ ഇരിക്കുന്ന പാർവതി പരമേശ്വരന്മാരെയാണ് ഞാൻ വന്ദിക്കുന്നത്? ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ തൊട്ടടുത്തുണ്ട് ഉമാമഹേശ്വര ക്ഷേത്രം അല്ലെ. ഇങ്ങനെയുള്ള പാർവതി പരമേശ്വരന്മാരാണ് വാഗർത്ഥാവിവ സംപൃക്തവും, വാക്കും അർത്ഥവും ഒന്നിച്ചിരിക്കുന്നത് പോലെ. വാക്കിൽ നിന്ന് അർത്ഥത്തെ പിരിക്കാൻ പറ്റുമോ? അമ്മ എന്ന വാക്കിന് എന്താ അർത്ഥം? അമ്മ എന്ന വാക്ക് തന്നെ പറയുന്നുണ്ട് അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്. അത്രയും ഇഴചേർന്നിരിക്കുകയാണ് വാക്കും അർത്ഥവും. വാഗർത്ഥാവിവ സംപൃക്തവും വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരവും വന്ദേ. അങ്ങനെ വാക്കും അർത്ഥവും പോലെ യോജിച്ചിരിക്കുന്ന ജഗത്തിന്റെ മാതാപിതാക്കൾക്ക് എന്റെ നമസ്കാരം. ഭക്തി ആദ്യം ഈശ്വരനോട്. ഈ അടുപ്പം അല്ലെങ്കിൽ ഈ പ്രണയം,
ഈ പ്രേമം, ഈ കടപ്പാട് ആദ്യം ഈശ്വരനോട്, ലോകസ്യ പിതരി, പിന്നെ ആരോടൊക്കെയാ? സ്വസ്യ ഗുരൗ പിതരി മാതരി, സ്വന്തം ഗുരുവിനോട്, സ്വന്തം മാതാവിനോട്, സ്വന്തം പിതാവിനോട്. പിന്നെ ആരോട്? സത്യസ്യ സ്ഥാപിതൻ, സത്യം സ്ഥാപിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നവരോട്. സത്യപരായണന്മാരുണ്ട് സമൂഹത്തില്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ, സത്യത്തിന് വേണ്ടി ജീവിക്കുന്നവർ, സത്യത്തെ കുറിച്ച് പറയുന്നവർ, ഗുരുവിനെയും ഗുരുമഹിമയെയും ഈശ്വരനെയും കുറിച്ച് പറയുന്നവര്, അല്ലെങ്കിൽ ഈശ്വര തത്വത്തെ സ്ഥാപിക്കുവാനായിട്ട് വരുന്നവര്, ഇവരൊക്കെ സത്യസ്യ സ്ഥാപിതരികളാണ്. അവരോടൊക്കെയുള്ള ഭക്തി വേണം. ഇത് മറന്നു പോകരുത്. നമ്മള് നാരായണ ഗുരുദേവന് സന്യാസി ആയിരിക്കുമ്പോഴും ആശാൻ ഗുരുദേവനെ വിളിക്കുന്നുണ്ട്, സന്യാസികളിങ്ങനെ ഇല്ലില്ലവിയെന്നോർ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ. ഗുരുവിനെ പോലൊരു സന്യാസിയെ കാണുക വയ്യ. എന്താണ് ആ സന്യാസിയുടെ പ്രത്യേകത? ആ സന്യാസി ജീവിത രാഗം കൈവിടാത്തവരായിരുന്നു. സാധാരണ നമ്മൾ ആത്മസാക്ഷാത്കാരം ലഭിക്കുമ്പോഴൊക്കെ തന്നെ സന്യാസിമാരില് ഈ സമൂഹത്തോടൊരു ഉപേക്ഷ ഉണ്ടാകാറുണ്ട്. ഗുരുദേവൻ സമൂഹത്തെ ഉപേക്ഷിച്ചില്ല. ജീവിതത്തെ സ്വതസിദ്ധമായിരിക്കുന്ന രാഗത്തിലും താളത്തിലും ഗുരു കണ്ടു. ആ രാഗതാളങ്ങൾക്കനുസരിച്ച് ഗുരു സംസാരിച്ചു. അങ്ങനെയുള്ള ഒരു സന്യാസിയായിരുന്നു ഗുരു. അതുകൊണ്ടാണ് ആശാൻ ഇങ്ങനെ സന്യാസികളില്ല ഇങ്ങനെ എന്ന് പാടിയത്. ആ സന്യാസിമാരോടുള്ള ഒരു വേറിട്ട ഒരു ചിത്രത്തെ ഗുരു അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അൻപാർന്നവരുണ്ടോ, പരവിജ്ഞാനികളുണ്ടോ, വൻപാല് വെടിഞ്ഞുള്ളവരുണ്ടോ, ഇതുപോലെ അൻപാർന്നവരുണ്ടോ. ഇതുപോലെ അൻപാരിലുള്ളത്. അൻപ് എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം. നിന്നെ പോലെ സ്നേഹ ലോലുപനായ അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു ഗുരുവിനെ കാണുക വയ്യ. സർവത്തിനോടുമുള്ള പ്രേമം, സർവത്തിനോടുമുള്ള സ്നേഹം, അതാണ് അൻപ്. അത് ഗുരുവിന്റെ ഒരു നിജസ്വഭാവമായിരുന്നു, ശാശ്വതമായിരിക്കുന്ന ഭാവമായിരുന്നു. പരവിജ്ഞാനികളുണ്ടോ, വിജ്ഞാനത്തെ അറിഞ്ഞ നിന്നെ പോലെ വേറെ ആരാ ഉള്ളത്? വൻപാകവണിഞ്ഞുള്ളവരുണ്ടോ, ഇതുപോലെ. ആ അൻപ് നിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നിന്റെ ഉള്ളിൽ എന്തില്ല? വൻപില്ല. നമ്മളൊക്കെ വലിയ വമ്പന്മാരാ അല്ലെ, അൻപന്മാരല്ല. അപ്പൊ വമ്പന്മാര് എന്നുള്ളതിൽ നിന്ന് അൻപന്മാരിലേക്കുള്ള ഒരു യാത്ര ഗുരു പഠിപ്പിച്ചു തരുന്നുണ്ട്. എവിടെയൊക്കെ അൻപുണ്ടോ അവിടെ വൻപില്ല. വൻപ് എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം, അഹന്ത. അഹന്തയുടെ തിരോധാനമാണ് പ്രേമത്തിന്റെ ആവിർഭാവത്തിന് കാരണം. നമ്മുടെ ഉള്ളിൽ അഹങ്കാരം പ്രോജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിനെയും സ്നേഹിക്കാൻ കഴിയില്ല. നമ്മൾ വെറുതെ പറയുകയാണ്, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, എനിക്ക് അമ്മയെ ഇഷ്ടമാണ്, എനിക്ക് അച്ഛനെ ഇഷ്ടമാണ്. ഒരു അഹങ്കാരം ഉള്ളിലുള്ള ഒരാൾക്ക് യഥാർത്ഥ സ്നേഹമില്ല. യഥാർത്ഥ സ്നേഹം അങ്ങനെയല്ല. യഥാർത്ഥ സ്നേഹത്തില് ഒന്നും അവകാശപ്പെടില്ല. ഞാൻ സ്നേഹിച്ചു എന്നോ, ഞാൻ സ്നേഹിക്കപ്പെടണമെന്നോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തുവെന്നോ, അതുകൊണ്ട് എന്നോട് ഇങ്ങനെയുള്ള പ്രതിബദ്ധത നിങ്ങൾക്ക് ഉണ്ടാകണമെന്നോ യാതൊരു വിധമായിരിക്കുന്ന ഔപചാരികമായിരിക്കുന്ന കൊടുക്കൽ വാങ്ങലുകളൊന്നും സഹജമായിരിക്കുന്ന സ്നേഹത്തിലില്ല. അതൊക്കെ എവിടെയാണ്? അതൊക്കെ വമ്പിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, വൻപാല് വെടിഞ്ഞുള്ളവരുണ്ടോ, ഇതുപോലെ മുൻപായി നിലച്ചൊക്കയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻ പാവന പാദം ഗുരുനാരായണമൂർത്തേ. അങ്ങനെ അതുകൊണ്ട് നിന്റെ ആ തിരുമേനി എല്ലാവരേക്കാൾ മുന്നിൽ. ആരെയാണ് ഞങ്ങൾ ആദ്യം ഭജിക്കുക എന്ന് ചോദിച്ചാൽ ആ ഗുരുവിന്റെ തൃച്ചേവടികളിലായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും
ഇപ്പോ ദൈവദശകത്തെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അനുകമ്പാദശകത്തെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഭക്തിയെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മിക്കവാറും കേൾക്കുന്നതാണ്. പക്ഷെ കേൾക്കുമ്പോഴും ഈ ഒരു നിരന്തരമായിരിക്കുന്ന ആവർത്തനം, നിരന്തരമായിരിക്കുന്ന ഇത്തരത്തിലുള്ള വിചിന്തനങ്ങള് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായി വരണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ വീണ്ടും പഴയ പോലെ നമ്മുടെ മനസ്സായി തീരും എന്നുള്ളത്. ഒരു ദിവസം കുളിച്ചാൽ മതിയോ എന്ന് ചോദിക്കണ പോലെയാണ്. എന്നും കുളിക്കണം അല്ലെ? എന്നും കുളിച്ചാലാണ് അന്നാന്ന് ശരീരത്തെ അടിഞ്ഞുകൂടിയ അഴുക്ക് പോവുള്ളൂ. അതുപോലെയാണ് മനസ്സിനെ എന്നും കുളിപ്പിക്കണം. മനസ്സിനെ എന്നും കുളിപ്പിച്ച് മനസ്സിലെ അഴുക്കുകൾ കളയാനാണ് ഇത്തരത്തിലുള്ള സദ്ഗുരുക്കന്മാരുടെ വാക്കുകളെ നമ്മൾ ഇങ്ങനെ അയവിറക്കുന്നത്, വിചാരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എത്ര കേട്ടാലും അത് നമ്മളുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്താൻ പര്യാപ്തമായിരിക്കും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ മനസ്സ് എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയുക, ഒരു പായലും മുടിയ കുളം പോലെയാണ്. ഒരു കുളക്കടവിൽ ചെന്നിരുന്ന് നോക്കുമ്പോ ആ കുളത്തിൽ മുഴുവൻ പായല് മൂടിയിരിക്കുകയാണ്. ഒരു കല്ലെടുത്തിട്ടുമ്പോഴെന്താണ് സംഭവിക്കുക? കുറച്ചു നേരത്തേക്ക് പായലൊന്നും നീങ്ങി തരും. ആ കല്ലിന്റെ ആന്തോളനങ്ങള് നിലയ്ക്കുന്ന അത്രയും സമയം പായല് നീങ്ങിത്തരും. പിന്നെ പായല് വീണ്ടും വന്ന് മൂടും. അപ്പൊ നമ്മുടെ മനസ്സില് എപ്പോഴാണോ ഗുരുവചനങ്ങളാകുന്ന ഈ കല്ലുകൾ പറക്കിയിടുന്നത്, അത്ര സമയം മനസ്സിലെ പായൽ ഇങ്ങനെ മാറിത്തരും. അത് ചെയ്യാതിരിക്കുമ്പോ വീണ്ടും പായല് വന്ന് മൂടിയ കുളം പോലെയാണ്. വിഷയങ്ങൾ അത്രമാത്രം ഉണ്ട് നമ്മൾ കെറ്റ് തലയിൽ വെച്ചിരിക്കണത്. അതുകൊണ്ടാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ തന്നെ ഗുരു വേറെടുത്ത് പറയുന്നത്, മണലളവറ്റു ചൊരിഞ്ഞ വാപിയിന്മേൽ അണിയണിയായി അലവീശിടുന്ന വണ്ണം അമൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു. മണലളവറ്റ് ചൊരിഞ്ഞ വാപിയിന്മേൽ അണിയണിയായി അലവീശിടുന്ന വണ്ണം. മനസ്സ് ഇങ്ങനെ എന്താണ്, സ്വച്ഛമായ ഒരു തടാകത്തിലേക്ക് മണലുകൾ വന്ന് വീഴുന്നത് പോലെ, ആ മണലുകൾ സ്വച്ഛമായ തടാകത്തിലേക്ക് വന്ന് വീഴുമ്പോൾ അലയൊലികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തില് മനസ്സ് ഓരോരോ വിഷയങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്താ വിഷമം? ഒരു വിഷമം ഇല്ല, അതാ വിഷമം എന്ന് പറയുന്നു. എന്താ അമ്മയ്ക്ക് ദുഃഖം? ദുഃഖം ഒന്നും ഇല്ല മോളെ, അതാ ഒരു ദുഃഖം എന്ന് പറയും. കാരണം ദുഃഖം നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കുന്നവരാ. പ്രയാസങ്ങളെ നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കും. പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും മോശമല്ലേ പ്രയാസമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ, ദുഃഖാണെന്ന് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു കുറ്റം പറയും, അല്ലെ എന്തെങ്കിലും ഒരു പോരായ്മ പറയും. ധന്യമാണ് ജീവിതം. ആ ധന്യമാകുന്ന ജീവിതത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഗുരു പറഞ്ഞത് ജീവിതത്തെ ധന്യമാക്കി തന്നെ കൊണ്ടുപോകണമെന്ന. കുഞ്ഞു ജീവിതമാണ്. എഴുത്തച്ഛനൊക്കെ പാടിയ പോലെ ഉദകപ്പോള പോലത്തെ ജീവിതമാണ്. മഴയത്ത് മുറ്റത്ത് തത്തിക്കളിക്കുന്ന ഒരു വെള്ളത്തുള്ളി, ഒരു ഉദകപ്പോള, ഒരു വെള്ളത്തിന്റെ പാടയുണ്ടല്ലോ, പോള. മഴയത്തൊക്കെ ഇങ്ങനെ വെള്ളം വീഴുമ്പോ നോക്കിയാൽ കാണാം ഒരു കുഞ്ഞു പോള കാണാം, ഒരു പത. ഈ പത കുറച്ചു നേരം ഒന്ന് ഡിസ്കോ കളിക്കും അല്ലെ, വളരെ സെക്കൻഡുകൾ പോലും ഇല്ല ഇതിന്റെ നൃത്തം. പെട്ടെന്നാണത് പൊട്ടിപ്പോവുക. ഇപ്പൊ എഴുത്തച്ഛനും പറയും മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഈ ഉദകപ്പോള പോലെയാണ്. ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, കുറച്ച് ക്ഷണങ്ങൾ മാത്രം നിലനിൽക്കുകയും പിന്നെ മറഞ്ഞു പോവുകയും ചെയ്യുന്നതാണ്. പക്ഷെ ആ കുഞ്ഞു ജീവിതത്തെയും ഗുരുസൗരഭ്യം കൊണ്ട് ധന്യമാക്കാൻ കഴിയുമെന്ന് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഗുരു ദൈവദശകത്തില് പാടിയത്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. നീ ഒരാളാണ് ഞങ്ങൾക്ക് തമ്പുരാൻ, നീ മാത്രമാണ് ഞങ്ങൾക്ക് തമ്പുരാൻ. വാക്കുകളൊക്കെ എടുക്കുമ്പോഴേ സമൂഹത്തിൽ നിരവധി തമ്പുരാക്കന്മാരുള്ള സമയമാണത്. എല്ലാവരും തമ്പ്ര തമ്പ്ര എന്ന് വിളിക്കുമ്പോ ആരാണ് യഥാർത്ഥ തമ്പ്രാൻ എന്ന് പറയുന്നത്? ഈ ഒരേ ഒരാള്, ഈശ്വരൻ മാത്രമാണ് തമ്പുരാൻ. ആ ഈശ്വരനോടാണ് പറയുന്നത്, അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ചു. ജീവിതത്തിന്റെ ആദ്യത്തെ കൃതജ്ഞത തുടങ്ങുന്നത് ദൈവദശകത്തിൽ നമുക്ക് കാണാം. എങ്ങനെയാ നന്ദി പറയുന്നത്?
അന്നം തരണേന്ന് ചോദിച്ചിട്ടല്ല, എനിക്ക് ഇന്ന് എന്തെങ്കിലും കിട്ടുമോ, ഇന്ന് എപ്പോഴാണോ അന്നദാനം തുടങ്ങുക, ഇങ്ങനെയല്ല ചിന്ത. അന്നം തന്നു, നീ ഞങ്ങളെ ഇന്ന് വരെ വിഷമിപ്പിച്ചിട്ടില്ല എന്ന ബോധം, ഇന്ന് വരെ പട്ടിണിക്കിട്ടില്ല എന്നുള്ള ബോധ്യം, അതൊരു ബോധ്യപ്പെടലാണ്, അതൊരു തിരിച്ചറിവാണ്. അന്ന വസ്ത്രാദി മുട്ടാതെ, അന്നം മാത്രമല്ല മുട്ടാതെ തന്നത്, വസ്ത്രം തന്നിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വസ്ത്രമായിട്ട് എന്റെ വസ്ത്രം കമ്പയർ ചെയ്യാൻ ഞാൻ മതി. നമ്മൾക്ക് പറ്റുന്ന ദുഃഖം അത്രയേ ഉള്ളൂ. നമുക്ക് അന്നം തരുന്നുണ്ട്, നമുക്ക് വസ്ത്രം തരുന്നുണ്ട്, നമുക്ക് വീട് തരുന്നുണ്ട്. പക്ഷെ ഈ വീട്ടിലിരുന്ന് ആ വീടിന്റെ മുഴുപ്പ് നമ്മൾ നോക്കും, അവിടെ സങ്കടം വരും. നിശ്ചയമായി നിങ്ങൾ സങ്കടപ്പെടും. ഈ സാരി ഉടുത്തിട്ട് ആ സാരിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സങ്കടം വരും. ഇതെന്തോന്ന് സാരി, അതൊക്കെയല്ലേ സാരി പറയും അല്ലെ? വീടാണെങ്കിലും വാഹനമാണെങ്കിലും നമ്മൾ സത്യത്തില് രണ്ടാമതൊരാളോട് മത്സരിക്കാൻ വേണ്ടിയാണ് ഇന്ന് പല ജീവിതങ്ങളും നമ്മൾ കാണുന്നത്. സത്യത്തിൽ നമുക്ക് ഇത് ആവശ്യമുണ്ടോ ചോദിച്ചാൽ വ്യക്തിപരമായി ആർക്കും ഇത് ആവശ്യമില്ല. ആരെയൊക്കെയോ കാണിക്കാൻ അല്ലെ, സമൂഹത്തെ കാണിക്കാൻ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, എനിക്കും സമ്പത്തുണ്ട് എന്നും എനിക്കും ഇങ്ങനെയൊക്കെ വാങ്ങാൻ കഴിയുമെന്നും വെറുതെ ഒന്ന് കാണിച്ച് ഒന്ന് ആരെയൊക്കെയോ കബളിപ്പിക്കാൻ. ഇതല്ല ജീവിതം. ഈ താരതമ്യങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കണം എന്നാ ഗുരു പറയുന്നത്. താരതമ്യം ചെയ്യരുത്. എപ്പോ നിങ്ങൾ താരതമ്യം ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഒന്നുകിൽ നിങ്ങൾക്കൊരു അപകർഷബോധം വരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉത്കർഷബോധം വരും. അങ്ങനെ പറയാ, അങ്ങനെയാ. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വരും, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. ഞാൻ മറ്റുള്ളവരെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠനാണ് എന്ന ബോധ്യം എന്റെ ഉള്ളിൽ ഉത്കർഷബോധത്തെ ഉണ്ടാക്കും, എന്നെ അഹങ്കാരിയാക്കും. അതൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഞാൻ നിങ്ങളുടെ ഒന്നും കൂടെ ഇരിക്കേണ്ട ആളല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒന്നും കൂടെ കൂട്ടുകൂടേണ്ട ആളല്ല, ഞാൻ വലിയ ആളാണ്. ചിലർക്ക് അങ്ങനെയാ തോന്നുക. താരതമ്യത്തിലൂടെ കിട്ടുന്ന ആകത്തുക ഉത്കർഷബോധമാണ്. ചിലരങ്ങനെയല്ല, അവരുടെ കൂടെ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവില്ല, ആ കല്യാണത്തിന് ഞാൻ പോണില്ല, എനിക്ക് ആ കല്യാണം കൂടാനുള്ള യോഗ്യതയില്ല. ഇതും താരതമ്യാണ്. അതിലൂടെ എന്താ ഉണ്ടാവുക? അപകർഷബോധമാണ് ഉണ്ടാവുക. ഈ ഉത്കർഷബോധമാണെങ്കിലും അപകർഷബോധമാണെങ്കിലും എവിടെ നിന്ന് തുടങ്ങുന്നത്? എപ്പോ നമ്മൾ താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ അപ്പൊ നമ്മുടെ ജീവിതം പോയി. അതുകൊണ്ട് ജീവിതത്തില് ആരോടുമായും ഒന്നിനോടുമായും തുലനം ചെയ്യാതിരിക്കുക. ഞാൻ എങ്ങനെയോ അങ്ങനെ ഇരിക്കട്ടെ, എനിക്ക് എന്റേതായ ഒരു ഭംഗിയുണ്ട്, എനിക്ക് എന്റേതായ ഒരു കഴിവുണ്ട്, എനിക്ക് എന്റേതായ ഒരു സമ്പന്നതയുണ്ട്, എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. അത് വേറൊരാൾക്ക് ഇല്ല, അത് വേറൊരാൾക്ക് ഒന്നുമില്ലേ? അങ്ങനെയല്ല. അവർക്ക് അവരുടേതായ സൗന്ദര്യവും അവരുടേതായ വ്യക്തിത്വവും ഉണ്ട്. ഒന്നിൽ നിന്ന് വേറെയാണ്, വ്യതിരിക്തമാണ്. എന്റെ ഉള്ളിലുള്ള കഴിവുകളല്ല നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കഴിവുകൾ. നിങ്ങളിലിരിക്കുന്ന കഴിവുകളൊന്നും എന്റെ ഉള്ളിൽ ഉണ്ടാവണമെന്നില്ല. എല്ലാത്തിനെയും അത്രയും പക്വതയോട് കൂടിയിട്ടാണ്, അത്രയും വ്യതിരിക്തതയോട് കൂടിയിട്ടാണ് ഈശ്വരൻ സൃഷ്ടി നടത്തിയിട്ടുള്ളത്. അനാവശ്യമായ ഒരു മുതലിനെയും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല. നമുക്ക് തോന്നുകയാണ് എന്തൊരു വേസ്റ്റ്, വാഴ വെച്ചുകൂടായിരുന്നു. അങ്ങനെ ഇല്ല, സൃഷ്ടിയിൽ അങ്ങനെ ഇല്ല. ഈശ്വരൻ സൃഷ്ടിക്കുന്ന എല്ലാവരും ഗുണമുള്ളവർ തന്നെയാണ്. ആ ഗുണത്തെ കളയുന്നത് നമ്മളെ പോലുള്ള ചില കാണികളാണ്. ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നത് അവന്റെ ചുറ്റും നിൽക്കുന്ന സമൂഹമാണ്. അപ്പൊ ആ നശിപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാകാതെ ജീവിക്കാനെങ്കിലും നമുക്ക് നോക്കാം. ആരെയും വിലയിരുത്താൻ പറഞ്ഞിട്ടില്ല. ജീസസ് ക്രൈസ്റ്റിന്റെ വലിയൊരു വാചകമുണ്ട്, വിധിക്കരുത്, കാരണം നീയും വിധിക്കപ്പെടും. ജഡ്ജ് നോട്ട് എന്നാണ് പറയുന്നത്. നീ വിധിക്കരുത്, നീ ആരെയും വിധിക്കരുത്. എന്താ വിധിക്കരുത് എന്ന് പറയുന്നത്? നിന്നെ വേറൊരാൾ വിധിച്ചിരിക്കും, ഉറപ്പാ. നമ്മൾ ഒരാളെ കുറിച്ച് കൂലങ്കഷമായിട്ട് നിരൂപണം നടത്തുമ്പോൾ നമ്മൾ വിചാരിക്കാൻ നമ്മളെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല എന്നാണ്. അറിയില്ല, അതിന് വലുത് നമ്മളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പുറത്തു കിടക്കാനുള്ള മാർഗം എന്താണ്? ആരെയും വിലയിരുത്താതിരിക്കുക. അങ്ങനെ വിലയിരുത്താനുള്ള മാനദണ്ഡമൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാന്നേ. മനുഷ്യരെ ഒരുപാട് നന്മകൾ കൊണ്ടാണ്, ഒരുപാട് കഴിവുകൾ കൊടുത്തിട്ടാണ് ഈശ്വരൻ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്നും ഇവിടെ വേസ്റ്റ് ആയിട്ടില്ല. നമുക്ക് തോന്നുന്നതാണ് വേസ്റ്റ്. കാരണം ആ കുപ്പത്തൊട്ടിയിലെ മാണിക്യത്തെ കണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ കർത്തവ്യം. ഏതേത് മലീമസമായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും
നമ്മിലെ മാണിക്യത്തെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അതാണ് ധന്യത. അതുകൊണ്ട് ഗുരു പറയാണ്, ഈ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്ന ആ ദൈവത്തെ അറിയണം. ആ ദൈവം ഇന്ന് വരെ ഒന്നും മുടക്കിയിട്ടില്ല. നിങ്ങൾ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് വേണ്ടുന്നത് തരും. നമ്മുടെ മനസ്സിന്റെ ആർത്തിയെ മാറ്റി വെച്ചാൽ, അല്ലെ, പൂന്താനം പാടിയ പോലെ, ഒന്നു കിട്ടിയാൽ 10 മതിയെന്നും, 10 കിട്ടിയാൽ 100 മതിയെന്നും, 100 കിട്ടിയാൽ 1000 മതിയെന്നും, അല്ലെ. ഒന്നുമില്ലാത്തവന്റെ കയ്യിലാണ് 1 രൂപ കിട്ടിയത്. അത് ചില്ലിക്കാശുണ്ടായില്ല. ഒരണ എടുക്കാൻ ഗതികെട്ടിരുന്ന നേരത്തെ അവന് 1 രൂപ കൊടുത്തു ഈശ്വരൻ. അപ്പൊ അവൻ അതുമ്പോ നോക്കിയിട്ട് പറയാ, ഒരു 10 രൂപയായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. അവൻ ചിന്തിക്കുന്നില്ല, ഒരണ എന്റെ കയ്യിൽ എടുക്കാൻ ഇല്ലാത്തപ്പോഴാണ് ഈ പൈസ. അതുകൊണ്ട് അധ്യാത്മരാമായണത്തിലെ എഴുത്തച്ഛൻ പറയും, കിങ്കണന്മാർക്ക് ധനം ഉണ്ടാവില്ല പറയും. കിങ്കണന്മാരാരാണെന്നറിയോ? കണത്തിന് വില കൊടുക്കാത്തവര്. നമ്മള് 5 രൂപയുടെ തുട്ടൊക്കെ ഇപ്പൊ വീട്ടിൽ കിടക്കണണ്ട, നമുക്ക് വലിയ വിലയൊന്നുമില്ല, എന്തോന്ന് കിട്ടാൻ. 10 രൂപയൊക്കെ നമ്മൾ ഇന്ന് ആർക്ക് കൊടുത്തു കൊടുക്കും? എന്നാ കൊണ്ടുപോയി മുട്ടായി മേടിച്ചോളാൻ പറയും. 10 രൂപയ്ക്കൊന്നും നമുക്കൊരു വിലയില്ല. ഇപ്പോ നമ്മളുടെ വിലയുടെ സങ്കല്പങ്ങൾ മാറിപ്പോയി, നമ്മളുടെ മൂല്യബോധങ്ങൾ മാറിപ്പോയി, അല്ലെ. അത്രയുണ്ട് നമ്മളുടെ മാറിപ്പോയിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കണത്തിന് വില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കിങ്കണന്മാർക്ക്, കണത്തിന് വില കൽപ്പിക്കാത്തവർക്ക് ധനം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വേണ്ടുന്നത് നമുക്ക് തരുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിന്റെ ആർത്തിക്ക് ഒരു ശമനമില്ല. മനസ്സിന്റെ ആർത്തി ആരിലാണോ ശമിച്ചത് അവന്റെ അവസ്ഥയാണ് ധന്യത. അതാണ് ഗുരു പറയുന്നത്, അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ. ഈ ധന്യത എല്ലാവർക്കും ഉണ്ടാവില്ല. അന്നം കിട്ടിയാലും വസ്ത്രം കിട്ടിയാലും പാർപ്പിടം കിട്ടിയാലും ധന്യത ഉണ്ടാവില്ല. ഇതല്ല ഞാൻ ഉദ്ദേശിച്ച വസ്ത്രം, ഇതല്ല ഞാൻ ഉദ്ദേശിച്ച വീട്, ഇതല്ല ഞാൻ വാങ്ങാനിരുന്ന വാഹനം. ഇങ്ങനെയാണ് നമ്മൾ പോവുക. ധന്യത എന്ന് പറയുന്നത് അതല്ല. എന്താണോ നമുക്ക് കിട്ടിയത്, ആ കിട്ടിയതിൽ സന്തോഷിക്കുക. അത് വേറെ ആരായിട്ട് ഒത്തു നോക്കാൻ പോകണ്ട. ഒരു വ്യക്തികളുമായിട്ട് അത് ഒത്തു നോക്കരുത്. എനിക്ക് കിട്ടിയത് എന്റെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തികളുമായി ഒത്തു നോക്കരുത്. ഈ ഒത്തു നോക്കുമ്പോ നഷ്ടപ്പെടുന്ന ഭാവമാണ് ധന്യത. അത് ഒത്തു നോക്കാതിരിക്കുമ്പോഴോ, നമുക്ക് എന്ത് കിട്ടുമ്പോഴും, ഒരു കുഞ്ഞു ഗിഫ്റ്റ് കിട്ടുമ്പോ പോലും, ഒരു ചെറിയ സമ്മാനം കിട്ടുമ്പോ പോലും അത് ഗുരു അയച്ച സമ്മാനമാണ് എന്ന് അറിഞ്ഞ് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമ്മളെ കണ്ണുടക്കുമ്പോഴാണ് ധന്യതയുള്ളതാകുന്നത്. അപ്പോ അന്നവസ്ത്രാദികൾ ബാഹ്യമായിരിക്കുന്ന ഒരു വസ്തുക്കളാണെങ്കിൽ ധന്യത എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാവമാണ്. മനസ്സിന്റെ ഭാവമാണ് ധന്യത. ഇത് രണ്ടും വേണം കേട്ടോ നിങ്ങൾക്ക്. നമ്മളിങ്ങനെ ദരിദ്രരായിട്ടിരിക്കരുത്. ഞാൻ എന്താ സ്വാമിനി അങ്ങനെ പറഞ്ഞത്? എനിക്ക് ദാരിദ്ര്യമൊന്നും ഇല്ലല്ലോ, അത്യാവശ്യം ഉണ്ണാനും കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് എന്താ എന്നെ ദരിദ്രവാസികൾ വിളിച്ചത്? ഈ ധന്യത ഇല്ലെങ്കിൽ നമ്മളും ദരിദ്രവാസികളാണ്. മനസ്സിലായി? ഇതൊരു ഭാവമാണ്. മക്കളൊന്നും നോക്കണില്ലെങ്കിൽ ചില അമ്മമാരെ അന്തസ്സായിട്ട് പറയും, ഒരു കുഴപ്പമില്ല സ്വാമിനി പറയും. അത്യാവശ്യത്തിന് വിധവാ പെൻഷനെങ്കിൽ വിധവാ പെൻഷൻ 1600 1600 കിട്ടുന്നുണ്ടല്ലേ, ധന്യമാണ് ജീവിതം. ഇങ്ങനെ പറയാനുള്ളൊരു നാട്ടേക്ക് അങ്ങനെ പറഞ്ഞ് പഠിക്കണം. നമ്മൾ ഒന്നിനെയും ആശ്രയിച്ചിട്ടല്ല. ആരും നോക്കാനെന്നെ ഇല്ലെങ്കിലും അയ്യോ എന്നെ നോക്കില്ല കേട്ടോ, അയ്യോ ഞാൻ അവരെ എന്തോരം നോക്കിയ, എന്തൊക്കെ കൊടുത്തതാ, എന്തൊക്കെ കുടിപ്പിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പറയാതെ, ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. നമുക്ക് തരേണ്ടുന്നവൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടാൽ മതി. അത് മകന്റെ രൂപത്തിലായിരിക്കണം എന്നില്ലാന്നേ, മകളുടെ രൂപത്തിലായിരിക്കണം എന്നില്ലാന്നേ. അപ്പൊ വീട്ടിലെ കൊച്ചിന്റെ രൂപത്തിലായിരിക്കാം. ഒരു പട്ടിയായിരിക്കും ഇത്തിരി വെള്ളം എടുത്ത് കുടിക്കാൻ തന്നത്. പട്ടിയോട് നമസ്കാരം പറയണം. നിനക്കെങ്കിലും അങ്ങനെ തോന്നിയല്ലോ, പട്ടിയാണ് ഈശ്വരൻ അയച്ചതൊക്കെയോ. അങ്ങനെയൊക്കെ നമ്മള് ജീവിതത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തെ നമ്മൾ വെറുക്കില്ല, ജീവിതത്തെ നമ്മൾ ഉപേക്ഷിക്കില്ല. ഈ ജീവിതം എങ്ങനെയെങ്കിലും ഈ പാനപാത്രം ഒന്ന് എടുക്കണേന്ന് പ്രാപില്ല, അല്ലേ? നമ്മളെപ്പോഴും എങ്ങനെയൊക്കെ പറയണത്, നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര സ്നേഹം, നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര ബഹുമാനം,
നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര പരിഗണന നമുക്ക് കിട്ടാതെ വരുമ്പോൾ ജീവിതം നമുക്ക് വിരസമാകുന്നു, നമുക്ക് ബോറടിക്കുന്നു. ഗുരു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗുരു പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ കിടക്കും, വരും പോവും. നേരത്തെ പറഞ്ഞ പോലെ ഉടയും ഇരിക്കും ഉദിക്കും ഒന്ന് മാറി തുടരും. ഇതിങ്ങനെ ജഗത്തിന്റെ ഒരു സ്വഭാവമാണ് ഈ വരവും പോക്കൊക്കെ. ഇതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഒരു നിജസ്മൃതിയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് തന്നെയാണ് പരമമായിരിക്കുന്ന ബോധം, അത് തന്നെയാണ് പരമമായിരിക്കുന്ന ജീവിതത്തിലേക്കുള്ള ഏറ്റവും നല്ല പ്രയാണം. അപ്പൊ നമുക്ക് കുറെ കൂടി ഊർജ്ജസ്വലമാകാൻ കഴിയും. നമ്മളിങ്ങനെ നെഗറ്റീവുള്ള കാര്യങ്ങൾ ചിന്തിച്ച്, അത് വീട്ടിലെ ആയിക്കൊള്ളട്ടെ, മകന്റെ കൈ നേൽക്കേണ്ടി വന്നതായാലും മരുമകളുടെ കൈ നേൽക്കേണ്ടി വന്നതായാലും അമ്മായിമ്മയുടെ കൈ നേൽക്കേണ്ടി വന്നാലും ഇതൊക്കെ ആലോചിച്ചിരുന്നാലേ ഉള്ള ഊർജം നഷ്ടപ്പെട്ടു പോകും. തമ്പുരാൻ കുറച്ച് ഊർജം തന്നണ്ടേ, ഒരു കട്ടൻ ചായയൊക്കെ തിളപ്പിക്കാൻ അരച്ചു കുടിക്കാനുള്ള ഊർജം തന്നണ്ടേ, അതും ഇല്ല കേട്ടോ. നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ ശരീരാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒന്നും അനങ്ങൂല. കയ്യൊക്കെ ഒന്ന് അനങ്ങിയാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കിടന്ന കിടപ്പ. ഈ കിടന്ന കിടപ്പിന്റെ ഏറ്റവും വലിയ കാരണം എന്താ? മനോദുഃഖമാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു കിടക്കണം. അവിടെയാണ് ഗുരുദേവൻ പറയുന്നത്, ഇത് നല്ലതല്ലൊരുവൻ ചിന്ത, നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നത് ഉത്തമം. നല്ലതുകളെ ഓർക്കുക. ഇപ്പൊ ഈ ഉപദ്രവിക്കുന്നവരും നന്മ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടാവും, അത് ഓർത്താൽ മതി. അത് ഓർക്കുമ്പോ ഒരു സുഖം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവർ. പണ്ട് ഓടി വരുമായിരുന്നു അമ്മേനൊക്കെ വിളിച്ച്, അല്ലേ? അല്ലെങ്കിൽ അമ്മേനൊക്കെ വിളിച്ച് അവളെ ഓടി വരും. ആ കാലത്തെ ഓർക്കുക, ഇപ്പോഴത്തേനെ മറക്കുക. എന്തിനാ? നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടി ഗുരു പറഞ്ഞു തന്നതാ. നിനക്ക് മാനസികാരോഗ്യമാണെങ്കിൽ അത് എനിക്കോ ആണെന്നില്ല. ഗുരു തന്നെ പറയാണ്, മാനസികാരോഗ്യം വേണോ? വേണം ഗുരു. മാനസികാരോഗ്യമാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയും. അപ്പൊ പറയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം. കുറവുകളെ ഓർക്കരുത്, അതിനവിടെ ഉപേക്ഷിച്ചേക്കുക. നല്ലതുകളെ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഇത് നമുക്ക് വലിയ പ്രശ്നമാണ്. കുഞ്ഞു കാര്യം പോലും നമുക്ക് വലിയ പ്രശ്നമാണ്, അല്ലെ? മാനസികാരോഗ്യത്തിലൊക്കെ നമ്മൾ പഠിക്കുമ്പോഴേ ഈ സൈക്കോളജിസ്റ്റുകൾ പറയും, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഈ ഗ്ലാസ് എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയോ ഇത് ചെറിയൊരു ദുഃഖമാണ്, അല്ലെ? എന്നാലും അത് ചേച്ചി വെള്ളം കുടിക്കാൻ കൊണ്ടുവച്ചിട്ട് ഗ്ലാസ് എന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയല്ലോ, കുഞ്ഞു ദുഃഖമാണ്. പക്ഷെ ആ ദുഃഖമല്ല ഒരു കുഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് വീഴുമ്പോ ഉണ്ടാവുക, താഴെ പോയ അതൊക്കെ കുറെ കൂടി കനത്തതാണ്. അപ്പൊ നമ്മളുടെ ആധുനിക ജീവിതത്തില് നമ്മളുടെ ഒക്കെ ഒരു സ്വഭാവം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് കുഞ്ഞ് കയ്യിൽ നിന്ന് താഴെ പോയ വ്യഥയാണ് ഗ്ലാസ് കയ്യിൽ നിന്ന് താഴെ പോയ ഉണ്ടാവുന്നത്. ഇതാണ് പ്രശ്നം. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും വലിയ ആഘാതങ്ങളുടെ വ്യഥ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കുട്ടികളെ ഒന്നും താങ്ങാൻ പറ്റുന്നില്ല. കുഞ്ഞ് കയ്യിൽ നിന്ന് താഴെ പോയ ഫീലാണ് പേന കയ്യിൽ നിന്ന് താഴെ പോയാലും ഉണ്ടാവുന്നത്. ഒന്നും താങ്ങാൻ പറ്റുന്നില്ല. ഈ അടുത്തിടെ ഇങ്ങനെ ഒരു ഫലിതം കേട്ടോ ഉണ്ടായതാണെന്നാണ് പറയുന്നത്. 2 കുട്ടികള് സ്കൂൾ ബസ്സിൽ കയറാൻ നിൽക്കാനാണ്. 2 കുട്ടികൾ സ്കൂൾ ബസ്സിൽ കയറാൻ നിൽക്കുമ്പോ തെരുവ് നായ ആക്രമിക്കാൻ വന്നു. അപ്പൊ ഒരു കുട്ടി എന്ത് ചെയ്തു? ഒരു കുട്ടി ഓടി മരത്തിൽ കയറി. ഒരുത്തൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ അപ്പുറത്തെ കടയിൽ നിന്ന് മീരാനിക്ക പറയാണ്, ആ മരത്തെ കയറിയവനെ പെറ്റതാണ്. മറ്റേത് ഓപ്പറേഷൻ ആയിരുന്നു, അത് അന്തം വിട്ട് നിൽക്കുന്നത്. അപ്പൊ പെട്ടത് എന്താണ്? അവൻ സ്വന്തം അതിജീവന ശേഷി ആർജിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് വലിഞ്ഞു കയറി, അവൻ മരത്തിലേക്ക് കയറി. മറ്റതിനെ ഇങ്ങനെ പുറത്ത് എല്ലാവിധമായ പരിഗണനയോടും കൂടി എടുത്തത് കൊണ്ടായിരിക്കാം അതിനൊരു പട്ടിയെ പോലും നേരിടാൻ അറിയില്ല, അത് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതാണ് പലപ്പോഴും ആധുനിക ജീവിതത്തിലെ കുട്ടികൾക്ക് സംഭവിക്കുന്നതാണ്. കുഞ്ഞു കാര്യം പോലും താങ്ങാൻ പറ്റുന്നില്ല. അത് ഏറെക്കുറെ നമ്മളെയും ബാധിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഉരുക്ക് വനിതകളും ഉരുക്ക് പുരുഷന്മാരൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ കുട്ടികളുടെ ആ കുഞ്ഞു കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ഒരു സഹിഷ്ണുത എവിടെയോ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ സഹിഷ്ണുത എവിടെയോ നഷ്ടപ്പെട്ടു പോയി, നമ്മളുടെ സഹനശേഷിയൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ മാനസികമായിരിക്കുന്ന ആരോഗ്യം തകരാറിലാണ് എന്ന് കാണിക്കുന്നതിന്റെ സൂചനകളാണ്. നമ്മൾ തിരിച്ചറിയുക. ഒരു കൊച്ചു കാര്യത്തെ പോലും നമുക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അറിയുക, നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്
മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് വളരെ വീക്കാണ് അറിഞ്ഞാൽ മതി. അപ്പൊ അതിനുള്ള പ്രതിവിധികളാണ് ഗുരു നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരുക്കി തന്നിരിക്കുന്നത്. അതിനുള്ള പ്രതിവിധികളാണ് നല്ലത് വായിക്കുക, പോസിറ്റീവായിരിക്കുക. എപ്പോഴും പറയും നല്ല സൗഹൃദങ്ങള്. നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നാട്ടിലുള്ള സൗഹൃദങ്ങള് വീട്ടിൽ നിന്ന് കിട്ടാൻ വലിയ പാടാണ്. ഇപ്പൊ നാട്ടിൽ നിന്ന് പിടിക്കുക, വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക. നമുക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ, നമുക്കൊന്ന് ഇത്തിരി നേരം എന്തെങ്കിലും കുശലം ചോദിക്കാൻ. നിങ്ങൾ ആരോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ലത് പറയുക. കേൾക്കുന്ന ആൾക്ക് ഇമ്പം തോന്നുന്നത്, കേൾക്കുന്ന ആൾക്ക് സന്തോഷിക്കാനുള്ളത്, നമുക്കും സന്തോഷിക്കാനുള്ളത് കഴിയുന്നതും തെരഞ്ഞെടുക്കുക. അവിടെയൊക്കെ നമ്മളുടെ ജീവിതത്തിന്റെ രസത്തെ വർദ്ധിപ്പിക്കാൻ കഴിയും. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ വർത്തമാനങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാല്, നമ്മളുടെ കൂട്ടുകെട്ടുകളെ നമുക്കുണ്ടെങ്കിൽ, നല്ല സാമൂഹ്യ ബന്ധങ്ങളൊക്കെ നമ്മളെ നല്ല മാനസിക ശേഷിയുള്ള ആളുകളായിട്ട് മാറ്റും. അപ്പോ ഈ നല്ല ശരീരത്തിനുള്ളില് നല്ല മനസ്സും കൂടി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇത്തരം കാര്യങ്ങളും കൂടി അറിയണം. ഗുരു പറഞ്ഞു തന്ന ഇത്തരം കാര്യങ്ങളും കൂടി അറിയുമ്പോഴാണ് നല്ലൊരു ജീവിതത്തെ നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹാസമാധിയുടെ സുവർണ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നിങ്ങൾ ഇനി അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ ജീവിതം വാർദ്ധക്യം ഒരു ശാപമായിട്ട് കാണരുത്. വാർദ്ധക്യം ഒരു ലഹരി ആയിരിക്കട്ടെ. വാർദ്ധക്യം ഒരു ലഹരി, വാർദ്ധക്യം ഒരു കലയാണ്. ഈ വാർദ്ധക്യത്തിലേക്ക് പോണവരോട് പറയാനുള്ളത്, ഞാൻ വയസ്സായാൽ ഇതിനൊരു കല പോലെ കൊണ്ടു നടക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ കുറേയൊക്കെ അസുഖങ്ങള്, കുറേയൊക്കെ മനോദുഃഖങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പോയി മറയും. സംശയമില്ല കാര്യത്തിൽ. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കണം. ഉപനിഷത്തില് പറയും, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ എന്ന് പറയും. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മനസ്സ് തന്നെയാണ് ഒരു മനുഷ്യന്റെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം. രണ്ട് രീതിയിൽ പ്രവർത്തിക്കാൻ മനസ്സിന് പറ്റും. ഭഗവത്ഗീതയിൽ അത് പറയും, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ. ഉദ്ധരേത്, നീ നിന്റെ ആത്മാവ് കൊണ്ട് നിന്നെ തന്നെ ഉദ്ധരിക്കണം. ഒരാളും പുറത്തുനിന്ന് വരില്ല ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ കടന്ന് നിലവിളിച്ചോണ്ടിരിക്കേണ്ട, വേണമെങ്കിൽ എഴുതി പൊക്കോ. ആരും വന്ന് കൈപിടിച്ച് ഉയർത്തുമെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ നമ്മുടെ ആത്മാവിനെ നമ്മൾ തന്നെ ഉദ്ധരിക്കണം. ഉദ്ധരേത് ആത്മന ആത്മാനം ആത്മാനം അവസാദയേത്. അർജുനനോട് കൃഷ്ണൻ പറയാണ്, നീ നിന്നെ തളർത്തരുത്. നീ ഒരിക്കലും നിന്നെ തളർത്തരുത്. നീ നിന്നെ എപ്പോഴും ബൂസ്റ്റ് ചെയ്യണം, ഉയർത്തണം. അതാരും വരില്ല. കാരണം എന്താണ്? ആത്മൈവ ഹി ആത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ. ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ ബന്ധു, ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ ശത്രു. നമ്മളുടെ ഏറ്റവും വലിയ ശത്രു ആരാ? നമ്മളോട് ചോദിച്ചാൽ നമുക്ക് കുറെ പേരുണ്ടാവും പറയാൻ. അവരാരും അല്ല, നമ്മൾ തന്നെയാണ്. വെറുതെ വിചാരിക്കണ്ട, അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ പേരൊന്നും ആരും പറയണ്ട. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെ. നമ്മുടെ ഏറ്റവും വലിയ മിത്രമോ അത് നമ്മൾ തന്നെ. തീരുമാനിക്കണം നമ്മളെ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മൾ ഇങ്ങനെ തീരുമാനിക്കണം. നമ്മൾ തന്നെ നിശ്ചയിക്കണം. എല്ലാവർക്കും ഗുരുവിന് പോലും ജീവിതത്തിൽ ഒരു ചൂണ്ടുപലക മാത്രമാവാനേ കഴിയൂ. നിങ്ങളോട് ഗുരുദേവ ദർശനത്തെ കുറിച്ച്, ഗുരുവിന്റെ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു തരാനേ എനിക്ക് കഴിയൂ. അത് എത്ര കണ്ട് ഉൾക്കൊള്ളണം, അതിലൂടെ എങ്ങനെ മുന്നേറണം, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അവിടെ എനിക്കൊരു റോളും ഇല്ല, എനിക്കൊരു പങ്കുമില്ല. അതുകൊണ്ടാണ് ഗുരു എപ്പോഴും ഒരു തോണിക്കാരനാണ് എന്ന് പറയുന്നത്. ഒരു തോണിയെ പോലെയാണ്. ആ തോണി സാഗരത്തിന്റെ അല്ലെങ്കിൽ ഒരു നദിയുടെ മറുകര കടത്താൻ നമ്മളെ സഹായിക്കും. പക്ഷെ പിന്നീട് ആരാ തോണി എടുത്ത് തലയിൽ വെക്കാറില്ല. ഏതെങ്കിലും ഒരു തോണി, അയ്യോ ഈ തോണിയിൽ ഇരുന്നാണല്ലോ ഞാൻ ഇത്ര നേരം യാത്ര ചെയ്ത്, തോണി എന്റെ തലവണ്ടയിൽ ഇരിക്കട്ടെ പറഞ്ഞിട്ട് നമ്മൾ തലയിൽ വെച്ച് യാത്ര ചെയ്യും.
ഇല്ല. തോണീനെ ആ ഇക്കരെ തന്നെ ഉപേക്ഷിച്ചിട്ടാ നമ്മൾ പോവുക. അപ്പൊ ഏതൊരു വ്യക്തിക്കും എന്താണ് ഉണ്ടാവുക? നമ്മളിലേക്ക് വിരൽ ചൂണ്ടുക, അല്ലെങ്കിൽ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടി തരാൻ, ഇതാണ് ശ്രേഷ്ഠമായത്, ഇതാണ് ധർമ്മം എന്ന് പറഞ്ഞു തരാൻ കഴിയുമ്പോ അത് കേട്ടതിന്റെ അടിസ്ഥാനത്തില് തീരുമാനമെടുക്കേണ്ടുന്നതും പ്രാവർത്തികമാക്കേണ്ടുന്നതും നടപ്പാക്കേണ്ടുന്നതും നമ്മൾ ഓരോരുത്തരുമാണ്. അങ്ങനെയുള്ള ഒരു നടപ്പാക്കൽ പ്രക്രിയ ഈ ഒരു ധന്യമായ ദിവസത്തില് നിങ്ങൾക്കും സംഭവിക്കട്ടെ. ഓരോ ദിനങ്ങളും ഇതുപോലെ ഗുരുവിനെ കുറിച്ച്, ഗുരുവിന്റെ ദിനങ്ങൾ വരുമ്പോ ഈ നിറഞ്ഞ സദസ്സ്, എന്നും കാണുന്നത് പോലെയുള്ള ഒരു നിറഞ്ഞ സദസ്സ് ഇന്നും ഇവിടെ കാണാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ അപൂർവമായ സ്ഥലങ്ങളിൽ കാണുന്ന പ്രത്യേകതയാണ്. ഇപ്പൊ ഇതിന്റെ സെക്രട്ടറിയൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, പുതിയ കെട്ടിടമൊക്കെ പണിയാൻ പോവുകയാണ്, സമാധിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പതുക്കെ തുടങ്ങാനൊക്കെ. അപ്പൊ ഇത് കേൾക്കുമ്പോ ഭൗതികമായിരിക്കുന്ന അഭിവൃദ്ധിയും ഇതോടൊപ്പം തന്നെ സംഭവിക്കുന്നു എന്ന് കേൾക്കുന്നത് നല്ല കാര്യല്ലേ, അല്ലെ? ഗുരുദേവൻ ഇരിക്കുന്ന ഇടമൊക്കെ നല്ല രാജകീയമായ പ്രൗഢിയിൽ ഇരുന്നാൽ ഒരു ശോഭയായിരിക്കും. നമ്മൾ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ നല്ല ഒരു മന്ദിരത്തില്, നല്ല ഒരു സ്ഥലത്ത്, നല്ല ഒരു കെട്ടിടത്തിലൊക്കെ ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക എന്ന് പറയുന്നത് ഏതൊരു ശ്രീനാരായണീയന്റെയും സ്വപ്നമാണ്. അങ്ങനെ ഒരു വലിയ സ്വപ്നമാണ് ഇവിടെയും സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്നത്. എല്ലാവിധമായ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇവിടെ അങ്ങനെയും ഒരു ഭൗതികമായ ഒരു അഭിവൃദ്ധി നടന്ന് കാണുവാൻ, അതിന് വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഇതിന്റെ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും, ഞാനൊക്കെ ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ ഇവരൊക്കെ എത്ര പാതിരയാണെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യും. ഞാൻ അത്ഭുതം ഓർക്കും, ഇങ്ങനെ വീടിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇങ്ങനെ ശാഖയോടൊക്കെ സ്നേഹമുള്ള യുവാക്കളൊക്കെ ഉണ്ടോ എന്നൊക്കെ തോന്നാറുണ്ട്. കാരണം അത്രയും SNDP ശാഖ അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെയൊക്കെ ഇത്രയും മുറുകെ പിടിക്കുന്ന ഒരു സംഘങ്ങളുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടായ്മകളുള്ള ഒരിടത്തില് അതിന്റെ ഒരു അഭിവൃദ്ധിയും എല്ലാ തരത്തിലും അടിക്കടി വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓരോന്ന് നമ്മുടെ ഭവിഷ്യപുരാണത്തില് ഒരു മന്ത്രമുണ്ട്. ഈ മരം മുറിക്കാനൊക്കെ പോകുമ്പോ മരത്തിനോട് പറയും, മരമേ ഞങ്ങളോട് ക്ഷമിക്കണേ, കാരണം ഒരുപാട് കിളികള്, ഒരുപാട് പക്ഷികൾക്കൊക്കെ അഭയമായിരുന്നു നീ. അപ്പൊ നിന്നെ മുറിക്കുമ്പോ ഒരുപാട് പേരുടെ ജീവസങ്കേതങ്ങൾ ഇല്ലാണ്ടാവണുണ്ട് എന്ന് പറയുമ്പോ, ഈ ഒരു കെട്ടിടമാണെങ്കിൽ പോലും, നമ്മൾക്ക് ഇതൊരു കെട്ടിടമാണെങ്കിൽ ഒരുപാട് ആളുകളുടെ വിയർപ്പ്, ഒരുപാട് ആളുകളുടെ അധ്വാനം, ഒരുപാട് ആളുകളുടെ പ്രയത്നം ഒക്കെ ഇതിലുണ്ട്, അല്ലെ? അപ്പൊ അത് കൊണ്ട് തന്നെയാണ് അതിനോട് അനുവാദം ചോദിക്കണം. ഞങ്ങള് കുറെ കൂടി കമനീയമായത്, കുറെ കൂടി വിശാലമായത്, കുറെ കൂടി ഭംഗിയുള്ളത് നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പുതിയതൊക്കെ നിർമ്മിക്കുന്നത് എന്നുള്ള ഒരു മാനസിക അനുവാദം അല്ലെങ്കിൽ കാരണവന്മാരോട്, പൂർവികരോട്, അല്ലെ? അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് സമ്പാദിക്കുമ്പോൾ അതിനെ നഷ്ടപ്പെടുത്താതെ അതിലും ഭംഗിയുള്ളത് രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ദലാനി അച്ഛൻ ചേട്ടന്റെയും സൈജുവിന്റെയൊക്കെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു എന്നറിയുന്നതും ഒരുപാട് സന്തോഷവും പ്രതീക്ഷയും ഒക്കെ നൽകുന്നതാണ്. എന്തായാലും ഈ ഒരു മഹാസമാധി ദിനത്തില് കുറച്ച് സമയം നിങ്ങളുമായി സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോട് ഗുരുവിന്റെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്താൻ കഴിഞ്ഞതില് വന്ന് എനിക്ക് ഇവിടുത്തെ ഓരോ മുഖവും എനിക്ക് കാണാപ്പാടായി. അത്രയ്ക്കും വരും. ഞാൻ ഇവിടുന്ന് വിളിക്കുമ്പോൾ പറയും, വല്ലപ്പോഴും ഒക്കെ വരാം, ആളുകൾക്ക് കണ്ട് എന്നെ കണ്ടും എടുത്തിട്ടുണ്ടാവും. കാരണം അത്ര വട്ടം ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് വട്ടമായി ഇവിടെ വരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരില്ല കേട്ടോ, ഇനി കുറെ കാലം കഴിഞ്ഞേ വരുള്ളൂ എന്നൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്. എന്തായാലും ഇഷ്ടമാണ് ഇവിടെ വരുന്നതും സംവദിക്കുന്നതും നിങ്ങളെ കാണുന്നതും ഒക്കെ. എല്ലാവർക്കും ഗുരുവിന്റെ ഈ മഹാസുദിനത്തിൽ ഗുരുവിന്റെ കൃപയും ഗുരുവിന്റെ സ്നേഹവും ഗുരുവിന്റെ ആശീർവാദവും ഓരോരുത്തർക്കും ഓരോ ഹൃദയത്തിലും ഓരോ ഗൃഹത്തിലും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഗുരുദേവ നാമത്തിൽ നേർന്നുകൊണ്ട് ഈ എളിയ വാക്കുകൾ ഗുരുവിന്റെ പദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.